ഈവനിങ്. സോ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MTP2 ആണ്. സോ MTP2 മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ MTP2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ആണ്. നമ്മൾ നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ എക്സാം വരുന്നത് അതേ മോഡലിൽ ബിസിനസ് മാത്തമാറ്റിക്സും ലോജിക്കൽ റീസണിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം എന്താണ് മിക്സ് ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഗ്രാഫ് ഓഫ് ദ ഫോളോയിങ് ലീനിയർ ഇൻഇക്വാളിറ്റീസ്. ഗ്രാഫ് ഓഫ് ദ ഫോളോയിങ് ലീനിയർ ഇൻഇക്വാളിറ്റീസ് നോക്കുക. ഫസ്റ്റ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ നോക്കുക, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ വരുന്നത് ഇതാണ്. സോ ഇതിൻ്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അപ്പർ പോർഷൻ. Then next one, y less than or equal to 5. So y equal to 5 എന്ന് പറയുന്ന ലൈൻ ഇതാണ്, അതിൻ്റെ ലോവർ പോർഷൻ. Then x less than or equal to 6. x equal to 6 എന്ന് പറയുന്ന ലൈൻ ഇതാണ്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്. Then 7x plus 9y less than or equal to 63. So 7x plus 9y less than or equal to 63 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് 7x plus 9y equal to 63യുടെ ലൈൻ. ദെൻ അതിൻ്റെ ലോവർ പോർഷൻ. ആൻഡ് എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്, x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ദാറ്റ് മീൻസ് ഇത് ഏത് ക്വാഡ്രൻറ്റ് മാത്രമേ വരത്തുള്ളൂ? ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ വരത്തുള്ളൂ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ പറയുന്ന 4 ഇൻഇക്വാളിറ്റീസിനും, സോ എന്തൊക്കെയാണ്, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ or equal to 1, then y less than or equal to 5, x less than or equal to 6, 7x plus 9y less than or equal to 63, x, y greater than or equal to 0. So that means 4 ഇൻഇക്വാളിറ്റീസിനും കോമൺ ആയിട്ട് റീജിയൻ ഉണ്ടോ നോക്കാം. സോ ഇതിൻ്റെ അപ്പർ പോർഷൻ ഉണ്ടോ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ വരത്തുള്ളൂ, ബിക്കോസ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ അപ്പർ പോർഷൻ. ദെൻ ഇതിൻ്റെ ലോവർ പോർഷൻ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് വരുന്ന പോർഷൻ ഏതാണ്? ഈ ഒരു പോർഷനാണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം നോക്കുകയാണെങ്കിൽ എ ബി സി ഡി ഇ എഫ് എ ബി സി ഡി ഇ എഫ് എ. സോ ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ എന്ത് വരും? ചോയ്സ് സി. Choice C is the right answer. Okay. Then next question. No maths le alla, other question statistics le ana. If mean and variance are 5 and 3 respectively, then the relation between P and Q. So mean equal to NP, the 5. Then variance ഈക്വൽ ടു NPQ, അത് എത്രയാണ്? 3 ആണ്. സോ ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ NPക്ക് പകരം ഈ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 5Q ഈസ് ഈക്വൽ ടു 3. സോ ദാറ്റ് ഇംപ്ലൈസ് Q ഈക്വൽ 3/5. സോ Q അറിയാം, ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി ആണെങ്കിൽ P എന്തായിരിക്കും? P സക്സസിൻ്റെ പ്രോബബിലിറ്റി. ദാറ്റ് മീൻസ് 1 മൈനസ് 5, 3/5, 2/5. So that means 3/5, 2/5. 3/5 is greater than 2/5. 3/5 എന്താണ്? Q greater than P. So that implies നമ്മുടെ ചോയ്സിൽ എന്താണുള്ളത്? P greater than Q, P less than Q അല്ലേ? So that implies നമുക്ക് എന്താ പറയാം? P less than Q is the right choice. Clearly. Okay, le? P less than Q. Okay, then next one. The expenditure and savings of a person are in the ratio. Expenditure and savings of a person are in the ratio 4:1. So expense is to savings equal to 4:1. So that implies നമുക്ക് എന്ത് പറയാം?
expense എത്ര എടുക്കാം 4x savings equal to x. So നമ്മുടെ ആക്ച്വൽ ഫോർമുല ഇൻകം മൈനസ് എക്സ്പെൻസസ് ആണ് സേവിങ്സ്. സോ ദാറ്റ് മീൻസ് ഇൻകം ഈക്വൽ ടു എന്ത് പറയാം എക്സ്പെൻസസ് പ്ലസ് സേവിങ്സ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എക്സ്പെൻസ് 4x സേവിങ്സ് എക്സ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇൻകം എത്ര വരും 5x. ഓക്കെ, സോ റൈറ്റ് നൗ ഇൻകം എത്രയാണ് ടോട്ടൽ ഇൻകം 5x ആണ്. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇഫ് ഹിസ് സേവിങ്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എന്താണ് എക്സ്പെൻഡിച്ചറിന് മാറ്റമൊന്നുമില്ല, if his savings is increased by 20% of income, then what is the new ratio of expenditure to savings? That means total income മാറ്റമില്ല, എന്തിന് മാറ്റം വരും സേവിങ്സ് എന്തിൻ്റെ 25% of savings are increased by 25% of income. സേവിങ്സ് എത്രയാണ് സേവിങ്സ് ഇൻകത്തിൻ്റെ 25%. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ എക്സ്പെൻസ് ഈക്വൽ ടു സേവിങ്സ് എത്രയാവും എക്സ് പ്ലസ് 5x ഇൻറ്റു 25%. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടണം 5x തന്നെ കിട്ടണം ഇൻകം എന്നുള്ളത്. ഇൻകത്തിന് ചേഞ്ച് ഇല്ല. സേവിങ്സ് ഇൻകത്തിൻ്റെ 5% 25% കൂടുവാണെങ്കിൽ നമ്മുടെ പുതിയ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ ന്യൂ റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കണം പ്ലസ് സേവിങ്സ് ഈക്വൽ ടു 5 ഇൻറ്റു 25% പ്ലസ് 1 ഈക്വൽ ടു 2.25x. ഇത് എത്രയാണ് 5x വരണമെങ്കിൽ -5 എടുത്ത് എത്ര കിട്ടും, ഇത് എത്രയാണ് 2.75x ഉണ്ടോ. സോ പുതിയ സേവിങ്സും പുതിയ എക്സ്പെൻഡിച്ചറും കിട്ടി. ഇതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ ഈസ് ഈക്വൽ ടു 2.75x ഈസ് ടു 2.25x. സോ x കളഞ്ഞാൽ 275 ഡിവൈഡഡ് ബൈ 225. So 275 divided by 25 നമുക്ക് എത്ര കിട്ടും 11 divided by 9. That means 11:9 ആണ് റൈറ്റ് ആൻസർ. സോ ചോയ്സിൽ A 11:9. 11:9. Okay. Then next one. The sum of mean and standard deviation of a series is a plus b. If we add 2 to each observation, then each observation of the series, then the sum of mean deviation and standard deviation. So to add ചെയ്താൽ എന്താണ് from right now sum of mean and standard deviation a plus mean and standard deviation. So meanൽ രണ്ട് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വരും a plus b plus 2 വരും റൈറ്റ് ആൻസർ. a plus b plus 2 a plus b plus 2 a plus b plus 2. Then next one. So what is the mean of x having the following density function? So f of x equal to 1 by sigma the root of 25 e raised to minus x minus mu divided by 32 ആണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് മ്യൂ.
സോ നമ്മുടെ ഫോർമുല പ്രകാരം മീൻ അല്ലെങ്കിൽ മ്യൂ എത്രയാണ്? ഇത് ഈക്വൽ ടു എന്താണ്? 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു റൂട്ട് ഓഫ് 2 ബൈ ഇ റൈസ് ടു മൈനസ് x minus 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇവിടെ നോക്കിയാൽ അറിയാം ഈ മീനിന് മ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 10 ആണ്. therefore മ്യൂ ഇസ് ഈക്വൽ ടു 10. മ്യൂ അല്ലെങ്കിൽ മീൻ ഇസ് ഈക്വൽ ടു 10. മ്യൂ അല്ലെങ്കിൽ മീൻ ഇസ് ഈക്വൽ ടു 10. then next one, in a Poisson distribution, if p of Poisson distribution, so distribution ഏതാണ്? Poisson distribution p of x equal to 4 and equal to p of x equal to 5. So Poisson distribution le f of x അല്ലെങ്കിൽ p of x equal to 4 നമുക്ക് ഇങ്ങനെ എഴുതാം e raised to minus m into m raised to 4 divided by 4 factorial. p of x equal to 5 e raised to minus m into m raised to 5 divided by 5 factorial. So ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. p of x equal to 4 equal to p of x equal to 5. So that implies നമുക്ക് എങ്ങനെ എഴുതാം? e raised to minus m into m raised to 4 divided by 4 factorial is equal to e raised to minus m into m raised to 5 divided by 5 factorial. So this can be നമുക്ക് എന്തൊക്കെ കളയാം? e raised to, so ഇവിടെ മിച്ചം നമുക്ക് ഇത് 4 factorial 5 factorial can be written as 5 into 4 factorial. So that means മിച്ചം എന്ത് മാത്രം വരും? 5 മാത്രം വരും. So m raised to 4 divided by 1 equal m raised to 5 divided by 5. So m raised to 4 ഉം m raised to 5 simplify ചെയ്യുമ്പോൾ എന്താണ്? m മാത്രം മിച്ചം വരും. Cross multiply ചെയ്യുമ്പോൾ that implies m equal to 5. m is 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 equal to 5. Okay. Then next one. Two events A and B are such that they do not occur simultaneously. Then they are called. So do not occur simultaneously means they are mutually exclusive. Mutually exclusive means ഒന്ന് occur ചെയ്യുന്നത് മറ്റൊന്നിനെ oppose ചെയ്യും. That means do not occur simultaneously. So that means mutually exclusive. Mutually exclusive. A and B are such that do not occur simultaneously. So that means mutually exclusive. Then next one. Data are said to be dash if investigator himself is responsible for collection of data. Investigator ആദ്യം തന്നെ ഡയറക്ട്ലി കളക്ട് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി ഡേറ്റ എന്നാണ് വിളിക്കുന്നത്, സെക്കൻഡറി ഡേറ്റ എന്നാണ് വിളിക്കുന്നത്. സോ ഇൻവെസ്റ്റിഗേറ്ററുടെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ വേറെ പർപ്പസിന് വേണ്ടി എടുക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് അവർ തന്നെ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്താണ് നമ്മൾ വിളിക്കുന്നത്? പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡേറ്റ. ദെൻ നെക്സ്റ്റ് വൺ. A suitable graph for representing the reporting of total into subpart. So നമ്മളെപ്പോഴും ഒരു ടോട്ടൽ ഏരിയ ഉണ്ട്, അതിനെ സബ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആംഗിളിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുന്നത്, ഏരിയ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ എന്താണ് വിളിക്കുന്നത്? പൈ ചാർട്ട്. പൈ ചാർട്ട് ഉണ്ട്. ഇത് പല കളറിലോ അല്ലെങ്കിൽ പല രീതിയിലോ ഷെയ്ഡ് ചെയ്തിട്ട് ഓരോന്നും എത്ര ആംഗിളിൻ്റെ ബേസിസിൽ എത്രയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണെന്ന് ആ ടോട്ടലിനെ ടോട്ടൽ ഇൻറ്റു സബ് പാർട്ട്. ഈ ടോട്ടൽ ഈ ഒരു സർക്കിളാണ് ടോട്ടൽ, അതിനെ സബ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? പൈ ചാർട്ട്. പൈ ചാർട്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. Ram is known to hit a target in 2 out of 3 shots, whereas Sham is known to hit the same target 5 out of 11 shots. What is the probability that the target would be hit if they both try? So probability of Ram hitting എത്രയാണ് നമുക്ക് എടുക്കാം? 2 divided by 3. Probability of Sham hitting the target
5 divided by 11. So നമുക്ക് എന്താണ് വേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് ടാർഗറ്റ് വുഡ് ബി ഹിറ്റ് ദേ. സോ ദാറ്റ് മീൻസ് ടാർഗറ്റ് വുഡ് ബി ഹിറ്റ്, ഒന്നുകിൽ റാം ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ശ്യാം ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരും. ദാറ്റ് മീൻസ് at least. So probability of at least one hitting, probability of at least one hitting will be 1 minus probability of none hitting. So that means 1 minus of 1 minus 2 by 3 into രണ്ടും എന്താണ്? റാം ഹിറ്റ് ചെയ്യുന്നതും ശ്യാം ഹിറ്റ് ചെയ്യുന്നതും ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. രണ്ടുപേരും ഹിറ്റ് ചെയ്യാനുള്ളത്. റാം ഹിറ്റ് ചെയ്യുന്നത് അത് ശ്യാമിനെ ഒരിക്കലും എന്താണ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്തു. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ 1 minus വരും 5 by 11. So that means 1 minus 1 by 3 into 6 by 11. 1 by 3 into 6 by 11. That means 1 minus 6 by സിംപ്ലിഫൈ ചെയ്താൽ അല്ലേ. സോ ഇവിടെ നമുക്ക് 3 6 2 എടുക്കാം. സോ ദാറ്റ് മീൻസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 by 11, ബിക്കോസ് ചോയ്സിൽ എങ്ങനെയല്ല 33 11 രണ്ട് ചോയ്സ് വന്ന് 3 ചോയ്സ് 11 വന്നിരിക്കും. അങ്ങനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താണ്. സോ എൽസിഎം എടുക്കുമ്പോൾ 11 minus 2 divided by 11, 9 by 11. സോ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? 9 divided by 11 is the right answer. 9 divided by 11. 9 divided by 11 ആണ്. ഓക്കെ അല്ലേ? 4 by 11 അല്ല, 9. ക്ലിയർ അല്ലേ? പക്ഷേ ക്ലിയർ അല്ലേ? ചെയ്താൽ ക്ലിയർ അല്ലേ? If from a population with 25 members, a random sample without replacement of 2 is taken, then the number of all sample is. So random sample without replacement, random sampling, simple random sampling without replacement can be written as total n. So select ചെയ്യുന്നത് small n ആയിട്ട് എടുക്കുക. Out of 25 we have to select 2 at a time. So എന്തൊരു ആൻസർ? 25 factorial divided by 23 factorial into 2 factorial. 25 into 24 divided by 2. 25 into 12 വരും 300. 300. ഓക്കെ. സോ ഇതാണ് എൻ്റെ ഒരേ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് സാമ്പിളിംഗ് പുതിയതായിട്ട് റീസെൻ്റ്ലി ഈ ഒരു എക്സാമിന് പുതിയതായിട്ട് വന്ന ഏരിയ സാമ്പിളിങ്ങിൽ മോക്ക് ടെസ്റ്റ് 1 പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. മോക്ക് ടെസ്റ്റ് 2 ഒരു ക്വസ്റ്റ്യൻ. Then if the sum of two numbers is 75 and their difference is 20, find the difference of their squares. Find the difference of their squares. So a plus b equal to 75 എന്ന് തന്നിട്ടുണ്ട്. a minus b 20 എന്ന് തന്നിട്ടുണ്ട്. ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് b get cancel. എലിമിനേഷൻ മെത്തേഡിൽ പ്ലസ് b മൈനസ് b get cancel. 2a equal to 95. That implies a equal to 95 divided by 2, 47.5. 47.5. Then substituting in 1. So that 47.5 plus b equal to 75. That implies b equal 75 minus 47.5. b equal 27.5. 27.5. Then നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദെയർ സ്ക്വയേഴ്സ്. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ചോദിച്ചിരിക്കുന്നു.
47.5 the whole square minus 27.5 the whole square. 47.5 into equal square root t. The m plus m. Then 27.5 into equal t other m minus n. Right answer. Answer 1500. 1500 choice rondo. 1500. Then next one. A room has 10 doors. In how many ways can a man enter the room? By one door and come out by a different door. നമ്മൾ പ്രോബബിലിറ്റി പ്രോബബിലിറ്റിയിൽ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അങ്ങോട്ട് പോകാനായിട്ട് ഇത്ര ഓപ്ഷൻസ് ഉണ്ട്, തിരിച്ചു വരാനായിട്ട് ഒരു ഓപ്ഷൻ എടുക്കില്ല എന്ന രീതിയിൽ ചെയ്തു. ദാറ്റ് മീൻസ് ആൻഡ് ഇംപ്ലൈസ് മൾട്ടിപ്ലൈ. ദാറ്റ് മീൻസ് നമുക്കൊക്കെ അറിയാം. സോ റൂമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് റൂം ഹാസ് 10 ഡോർസ്, മാൻ എൻ്റർ ദ റൂം ബൈ വൺ ഓഫ് ഡോർ. സോ റൂമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് 10 വേസ്, തിരിച്ചു വരാനായിട്ട് 9 വേസ്. രണ്ടും സൈമൾട്ടേനിയസ്ലി ചെയ്യണം, അറ്റ് എ ടൈം ചെയ്യണം. ദാറ്റ് മീൻസ് ആൻഡ് റൂമിലോട്ട് പോകണം, കം ഔട്ട് ആൻഡ് ആണ് സൈമൾട്ടേനിയസ്ലി ചെയ്യണം. ആൻഡ് ഇംപ്ലൈസ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് ആൻഡ് ഇംപ്ലൈസ് മൾട്ടിപ്ലിക്കേഷൻ. 10 into 9 is equal to 90 വേസിൽ 10 ഡോർസിലൂടെ എൻ്റർ ചെയ്യാൻ പറ്റും, 9 ഡോർസിലൂടെ കം ഔട്ട് പോസിബിൾ ആകും. Next one. The average mark obtained by 120 students in an examination is 135. If the average mark of passed students is 39 and that of failed students is 15, what is the number of students who passed in the examination? So ഇവിടെ ഇത്ര വലിയ ഒരു ഇത് വരാൻ ചാൻസ് ഇല്ല. ഇവിടെ വരുന്നത് ഈസ് 35 ആയിരിക്കും. അവറേജ് മാർക്ക് ഉണ്ടോ പാസ് ചെയ്തവരുടെ 39 അല്ലാത്തവരുടെ 15 ഒക്കെ ആയതുകൊണ്ട് ഒരിക്കലും എന്താണ് ഇത്ര വലിയൊരു 135 വരില്ല. 35 ആയിരിക്കും ആവറേജ് വരുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് കമ്പൈൻഡ് ആവറേജ്. സോ രണ്ടുപേരുടെയും കമ്പൈൻഡ് ആവറേജ് വന്നിട്ടുണ്ട്. നമുക്ക് എക്സ് ബാർ ഈക്വൽ ടു n1x1 ബാർ പ്ലസ് n2x2 ബാർ. ഇത് ഓർത്തില്ലെങ്കിൽ നേരെ ചോയ്സ് മെത്തേഡ് അപ്ലൈ ചെയ്ത്. സോ നമുക്കിവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് അല്ലേ, സോ 100 ആയിട്ട് 100 into 39 then 20 into remaining 15 ഈക്വൽ ടു എടുത്തിട്ട് ആൻസറിലേക്ക് 35 into 120 ഈക്വൽ ആണോ എന്ന് നമുക്ക് ചോയ്സ് മെത്തേഡിൽ ചെയ്യാം. ബട്ട് ബെറ്റർ കമ്പൈൻഡ് മീനിൻ്റെ ഫോമുല എടുത്തിരിക്കുന്നു. So 35 equal 39 n1 plus 39 n1 plus 15 n2 divided by n1 plus n2. Cross multiplyable 35 into n1 plus n2 equal 39 n1 plus 15 n2. So that implies 35 n1 plus 35 n2 equal 39 n1 plus 15 n2. So n2 terms in 35 n2 minus 15 n2 is equal to
39n1 minus 35n2. So that means 20n2 n1 equal to 4n1. So that implies n2 by n1 is equal to 4 by 20, 1 by 5. That means n2 is to n1 equal to 1 is to 5 ആണ്. So 120 ആണ് ടോട്ടൽ, 120 ആണ് ടോട്ടൽ. 120 ആണ് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? നമ്മളിവിടെ n2 ഈസ് ടു n1 1 ഈസ് ടു 2 1 ഈസ് ടു 5 ആയതുകൊണ്ട് n1 ഈസ് ടു n2 എന്ത് വരും? 5 ഈസ് ടു 1. സോ ഇതാണ് ഇങ്ങനെ 5 ഈസ് ടു 1 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് 5x, ഇത് x എടുത്തു കഴിഞ്ഞാൽ 6x ഈക്വൽ ടു 120, x ഈക്വൽ ടു 20, x ഈക്വൽ ടു 20. സോ പാസ്സായവരുടെ എത്ര റേഷ്യോ എത്രയാണ്? 5x ആണ്. സോ എന്ത് വരും? 5 ഇൻറ്റു 20 ഈക്വൽ ടു 100. സോ n1 എത്രയാണ്? Number of students who passed in the examination is 100. Actual answer equal to 100. Okay. കമ്പൈൻഡ് മീൻ്റെ എടുത്തു. സോ അല്ലെങ്കിൽ ചോയ്സ് നേരെ ചെയ്തിട്ട് അത് 100 ആണോ 100 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 4 ചോയ്സും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 3 ചോയ്സ്, സി ചോയ്സ് അല്ലെങ്കിൽ ഡി ചോയ്സ് ആണെങ്കിൽ ചോയ്സ് മെത്തേഡ് സംടൈംസ് കൂടുതൽ സമയം എടുക്കും. സോ അതുകൊണ്ട് കമ്പൈൻഡ് മീനിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസ് ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 135 വരത്തില്ല, പകരം 35 ആയിരിക്കുമെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റൂ. ദെൻ next one, log of a minus b divided by 2 equal 1 by 2 log a plus log b. So ഇവിടെ നമുക്ക് അറിയാം log a plus log b നമുക്ക് എങ്ങനെ എഴുതാം? log m plus log n can be written as log of mn. log of mn ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ LHS as it is. സോ നമ്മൾ റേഷ്യോയിൽ ചെയ്ത റേഷ്യോ പ്രൊപ്പോർഷൻ ഇൻഡീസസ് ആൻഡ് ലോഗരിതത്തിൽ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 by 2 ഓഫ് ലോഗ് ഓഫ് എ ബി. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എ ബി ദ ഹോൾ റേസ് ടു 1 by 2. സോ ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ലോഗ് എം പ്ലസ് ലോഗ് എൻ ഈക്വൽ ടു log of m n എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ദെൻ log of m raised to n is equal to n log m, അതിൻ്റെ ആ പ്രോപ്പർട്ടി. ഓക്കെ. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇംപ്ലൈസ് ലോഗ് സംതിങ് ഈക്വൽ ടു ലോഗ് സംതിങ്. രണ്ടിൻ്റെയും ബേസ് ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നമ്മൾ 10 ആയിട്ട് എടുക്കും. രണ്ട് ലോഗ് ഈക്വൽ ആണ്, ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് ലോഗരിതംസ് ഈക്വൽ ആകണമെങ്കിൽ അതിൻ്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? ഈ വാല്യൂസ് ഈക്വൽ ആയിരിക്കണം. b minus a minus b divided by 2 is equal to ab the whole raised to 1 by 2. Squaring both sides. a minus b divided by 2 the whole square. a minus b the whole square divided by 2 into square 4. ab the whole raised to 1 by 2 into square ab. So that implies a square minus 2ab plus b square equal to 4ab. So that implies a square plus b square 2ab അപ്പുറമാകുമ്പോൾ 4ab plus 2ab 6ab. So that implies നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് വന്നു. നമ്മൾ ചെയ്തതിൽ എ ബൈ ബി പ്ലസ് ബി ബൈ എ എന്നുള്ള രീതിയിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ആൻസറായിരുന്നു നമ്മളവിടെ ചെയ്തത്. ബട്ട് മോക്ക് ടെസ്റ്റിൽ ഡയറക്റ്റ് ചോദിച്ചിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് 6ab. ആൻസർ ഈക്വൽ ടു 6ab. ക്ലിയർ ആണോ? 6ab. Then next question. In an election, there are 5 candidates. 5 candidates contesting for the vacancies. An elector can vote any number of candidates not exceeding the number of vacancies. So the vacancies are 3 vacancies, 5 candidates, 3 vacancies.
5 candidates. An elector can vote a number of candidates not exceeding 3 candidates. So that means 5 candidates under a voter can a number of candidates an elector can vote any number of candidates but not exceeding the vacancies. And 3 vacancies ഉണ്ട് 5 പേര് contest ചെയ്യുന്നുണ്ട്. ഒരു വോട്ട് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് എന്താണ് എത്ര വോട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് 3. ദാറ്റ് മീൻസ് 5 പേരാണുള്ളത്. 5 പേരിൽ ഒരാൾക്ക് വോട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് 5 പേർക്ക് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ മീൻസ് ഒരാളെ സെലക്ട് ചെയ്യാന്നുള്ളതല്ലേ. 5C1 ഓർ മീൻസ് പ്ലസ് 2 പേർക്ക് വോട്ട് ചെയ്യാം. 5C2 പ്ലസ് ഓർ 5C3. സോ ദാറ്റ് മീൻസ് 5C1 5 തന്നെയാണ്, 5C2 10 തന്നെയാണ്, 5C3 5C2 തന്നെയാണ് 10. സോ ദാറ്റ് മീൻസ് 5 + 10 + 10 = 25. കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. 5 പേര് കോൺടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 വേക്കൻസിയാണുള്ളത്. ഒരാൾ വോട്ട് ചെയ്യാൻ ചെന്നാൽ അയാൾക്ക് എത്ര വോട്ട് വേണമെങ്കിലും ചെയ്യാം. ബട്ട് എത്രയാണ് വേക്കൻസിയുടെ എത്രയാണ് മാക്സിമം ചെയ്യാവുന്നത്. സോ വേണമെങ്കിൽ അയാൾക്ക് ഒരാളെ മാത്രമേ ഇഷ്ടമുള്ളെങ്കിൽ ഒരാൾക്ക് മാത്രം വോട്ട് ചെയ്യാം. അതാണ് നമ്മുടെ അടുത്ത് 5C1 ഓർ അയാൾക്ക് 2 പേർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ 5C2. 3 പേർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഓർ. ഇത് 3 ആണ്. ഓർ മീൻസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് അഡീഷൻ. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Number of ways that 12 prizes can be divided among 4 students so that each may have 3 prizes. So 12 prizes ഉണ്ട് divided among 4 students. ഓരോരുത്തർക്കും എന്താണ് 3 prizes കിട്ടണം. That means 12 പ്രൈസ് ഉണ്ട്. അതിൽ 3 എണ്ണം ആദ്യത്തെ ആൾക്ക് ഔട്ട് ഓഫ് 12 3 കൊടുത്താൽ 12C3 ആൻഡ് ദെൻ ഓൾറെഡി എന്താണ് 3 പ്രൈസസ് കഴിഞ്ഞു. ഇനി എത്ര പ്രൈസ് മിച്ചുള്ളൂ? 9. ഔട്ട് ഓഫ് 9 3 പ്രൈസ് കൊടുക്കുന്നു. 9C3 ആൻഡ് മീൻസ് മൾട്ടിപ്ലൈ. ദെൻ 6 എണ്ണം പോയി, ഇനി 6 എണ്ണം ഉള്ളൂ. അതിൽ നിന്ന് 3 എണ്ണം കൊടുക്കുന്നു. 6C3 ആൻഡ് ദാറ്റ് മീൻസ് ഇൻഡു. ഇനി 3 പ്രൈസാണ് മിച്ചുള്ളത്, ബാക്കി 3 പേർക്ക് കൊടുക്കുന്നു. സോ ദാറ്റ് മീൻസ് ഉണ്ടോ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. 12 പ്രൈസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആൾക്ക് 3 പ്രൈസ് കൊടുത്തു. 4 സ്റ്റുഡൻസ് ഉണ്ട്. ഈച്ച് മേ ഹാവ് 3 പ്രൈസസ്. 3 പ്രൈസ് ഉണ്ട് ഓരോരുത്തർക്കും. സോ 12-ൽ 3 എണ്ണം ആദ്യത്തെ ആൾക്ക് കൊടുത്തു. ആൻഡ് മിച്ചമുള്ള 9-ൽ 3 എണ്ണം. ദെൻ മിച്ചമുള്ള 3-ൽ 6-ൽ 3 എണ്ണം മൂന്നാമത്തെ ആൾക്ക്, 3-ൽ 3 നാലാമത്തെ ആൾക്ക്. സോ ദാറ്റ് മീൻസ് കിട്ടും 12C3 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അടുത്തത് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ into 3 factorial. അടുത്തത് 6 factorial divided by 3 factorial into 3 factorial. അടുത്തത് 3 factorial divided by 3 factorial into 3C3 1 ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നോക്കാം 9 factorial 6 factorial get cancelled. So that means okay, 12 factorial divided by 3 factorial into 3 factorial into 3 factorial into 3 factorial. 3 factorial 6 ആണ്. 12 factorial 12 into 11 into 10 into 9 into 8 into 7 into 6 into 5 into 4 into 3 into 2 divided by 6 വീണ്ടും divided by 6 വീണ്ടും divided by 6 വീണ്ടും divided by 6 right? 3,69,600 3,69,600 3,69,600 3,69,600. Okay, then next question. If 5 balls of different colors are to be placed in 3 boxes of different sizes, each box can hold all the 5 balls. In how many different ways can we place the balls so that no box remains empty? No box remains empty. No box remains empty. So 3 box ഉണ്ട്, ഡിഫറെൻറ്റ് സൈസുകളാണ്. നമുക്ക് എത്രയാണ് 5 balls ഉണ്ട്.
5 balls ഉണ്ട്. No box remains empty. So that means ഇവിടെ 1 1 3 എന്ന രീതിയിലാകാം, 1 3 1 എന്ന രീതിയിലാകാം, 3 1 1. 5 balls. Then വേറെ ഒരു or empty ആകുന്ന പറഞ്ഞാൽ ഓരോ ബോക്സിലും ഒരു ബോക്സിൽ ഒരെണ്ണം പോലും ഇല്ലാത്ത ഒരു ബോക്സ് പോലും വരരുത്. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ വേണമെങ്കിൽ 2 2 1 2 1 2 1 2 2. സോ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്തൊക്കെയാണ് അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആയിട്ടുള്ളത് ഇത് നോക്കിയാൽ അറിയാം. ഇവിടെ 5ൽ നിന്നാണ് ഒരെണ്ണം ഫസ്റ്റ് ബോക്സിലേക്ക് ഇടുന്നത്. 5C1 ഇൻറ്റു 4C1 ദെൻ ഇൻറ്റു 3C3. ഫസ്റ്റ് ബോക്സിലേക്ക് ഒന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ മിച്ചം 4 ഉള്ളൂ. ഫസ്റ്റ് ബോക്സിലേക്ക് 5 ബോൾ ഉണ്ടായിരുന്നു, ഒന്നിലെ ഫസ്റ്റ് ബോക്സിലേക്ക് ഇട്ടാൽ പിന്നെ 4 പിന്നെ 3. ഓർ ദാറ്റ് മീൻസ് പ്ലസ് ഇത് വരും 5C1 ഇൻറ്റു 4C3 ഇൻറ്റു 3C1 പ്ലസ് ഓർ 5C3 into 4C1 into 5C3 കഴിഞ്ഞാൽ പിന്നെ 2 ഉള്ളൂ. 2C1 ഇവിടെ 1C1 ആണ് വരേണ്ടത്. 3 4 1 പിന്നെ 5 4 1C1. സോ ഇതിൻ്റെ വാല്യൂസ് എത്രയൊക്കെ വരും? 5C1 5 ആണ്, 4C1 4 ആണ്. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ 3C1. സോ 5 ഇൻറ്റു 4 ഇൻറ്റു 1 20 പ്ലസ് ദെൻ 5C1 5 ഇൻറ്റു 4C3 എന്ന് പറഞ്ഞാൽ 4C1 ആണ്, 4 ആണ്, 1 ഇതാണ് 20 പ്ലസ് 5C3 മീൻസ് 5C2 ആണ്, 10 ആണ്, 2C1 2 ആണ്. സോ 10 ഇൻറ്റു 2 ഈക്വൽ ടു 20. സോ ദാറ്റ് മീൻസ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 60. പിന്നെ അതേപോലെ അടുത്തത് രണ്ടാമത്തെ ഓർ അല്ലേ, ഓർ. സോ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെലക്ട് ചെയ്ത് ഓരോ ബോക്സിലേക്ക് വിടാം. അല്ലെങ്കിൽ ദെൻ ഇവിടെ 5C2 ഇൻറ്റു രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ 3C2 ഇൻറ്റു 1C1 ഓർ മീൻസ് പ്ലസ് 5C2 ഇൻറ്റു 3C1 into 2C2 then 5C1 into 4C2 into 2C2. So 5C2 10 into 3C2 3C1 ആണ്, 3 into 1 30. അതേപോലെ അടുത്തത് 10 into 3C1 3 ആണ്, 2C2 1 ആണ്, 30. 5C1 5 ആണ്, 4C2 4 into 3 12 divided by 2 threadum 5C1 5 ഇത് 6 4 into 3 12 divided by 2 6 അതും 30 കിട്ടും. ദാറ്റ് മീൻസ് ആഡ് ചെയ്യുമ്പോൾ 90. സോ ദാറ്റ് മീൻസ് ടോട്ടൽ എത്ര വരും? 60 plus 90 equal to 150. 60 plus 90 is equal to 150. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഓരോ ബോക്സിലേക്കും എത്രയാണ് ഇടുന്ന പറയുന്നത്, എത്ര വലിയ പല സൈസിലുള്ളതാണ്. ബട്ട് ഒരു ബോക്സിൽ പോലും ഒരു ബോളെങ്കിലും വരാത്ത ബോക്സ് വരാൻ പാടില്ല. സോ ആ രീതിയിൽ അറേഞ്ച് ചെയ്തു. ആൻസർ ക്ലിയർ ആണോ? Then next one, find the sum of find the sum of series 243 then series ആണ് 243 plus 324 plus 432 plus etc. n terms. So നമുക്കിത് എന്ത് ടൈപ്പ് ഓഫ് സീക്വൻസ് ആണെന്ന് അറിയണം.
എ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ ജോമെട്രിക് പ്രോഗ്രഷൻ ആണോ? സോ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ കോമൺ ഡിഫറൻസ് ആണ് വരേണ്ടത്. 324 മൈനസ് 243 81 ആണ് വരുന്നത്. 432 മൈനസ് ഇവിടെ നമുക്കറിയാം 2 4 ആണ് വരുന്നത്, ഒബ്വിയസ്ലി 81 വരത്തില്ല. 324 408 ആണ്, 4 AP അല്ല, ഇൻ GP ആണോ നോക്കാം. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം കോമൺ റേഷ്യോ ഉണ്ടെങ്കിൽ അതെന്താവും? ജോമെട്രിക് പ്രോഗ്രഷൻ ആവും. 324 ഡിവൈഡഡ് ബൈ 243 1.33333 എന്ന് കിട്ടി. സോ അടുത്തത് 432 ഡിവൈഡഡ് ബൈ 324 അതും 1.333 എന്ന് കിട്ടി. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? 324 ഡിവൈഡഡ് ബൈ 243 ഈക്വൽ 1.333 എക്സെട്ര ഈക്വൽ ടു 432 divided by 324 equal to 1.333 etc. That means common ratio second term divided by first term equal to third term divided by second term. Therefore നമുക്ക് എന്ത് കിട്ടി? ഇതൊരു GP ആണ്. Then GP യുടെ sum of n terms are 1.33, r greater than 1 ആണെങ്കിൽ a into r raised to n minus 1 divided by r minus 1. A into r raised to n. സോ ഇവിടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡെസിമലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പാടായിരിക്കും. 324 ഡിവൈഡഡ് ബൈ 243 324 ഡിവൈഡഡ് ബൈ 243. സോ ഇവിടെ മൊത്തത്തിൽ 81 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 324 ഡിവൈഡഡ് ബൈ 81 4 കിട്ടുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 243 ഡിവൈഡഡ് ബൈ 81 3. സോ 4/3. സോ 4/3. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കൊടുക്കാം? എ എത്രയാണ്? 243 ഇൻറ്റു r raised to n. 243 r എത്രയാണ്? 4/3 the whole raised to n minus 1 divided by 4/3 minus 1. So that implies 243 into 4 raised to n divided by 3 raised to n minus 1 the whole divided by LCM എടുക്കുമ്പോൾ 4 minus 3/3. That means 1/3. മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 243 into 3 4 raised to n divided by 3 raised to n minus 1. ഇതിനോട് അടുത്തുള്ള ചോയ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. സോ 3 raised to 6 എന്ന് പറയുന്നു. സോ 243 എന്ന് പറയുന്നത് 3 raised to 5 1 into 3 നമുക്ക് എക്സാക്ട്ലി എന്ത് കിട്ടും? ഇത് 3 raised to 5 ജസ്റ്റ് നോക്കാം. 3 into 2 times 9 3 4 5 243 into 3 വരുമ്പം 3 raised to 6 3 raised to 6 into 4 raised to n divided by 3 raised to n minus 1. So choice A. Choice A. Choice A. Okay. Clearly? Choice A. Then next question. The sum of first 8 terms of GP is 5 times the sum of first 4 terms in common ratio. So S8 is infinity alla S8. Sum of 8 terms S8 is equal to 5 into S4 എന്ന് തന്നിരിക്കുന്നു. 5 into S4. So നമുക്കിവിടെ GP അല്ലെ സം ഓഫ് ഫസ്റ്റ് 8 ടേംസ് ഓഫ് GP ആണ്. സോ നമുക്ക് GP യുടെ r ഗ്രേറ്റർ ദാൻ 1 എന്ന രീതിയിൽ നമുക്കൊരു ഫോർമുല എടുത്ത് നോക്കാം. A into r raised to n r raised to 7 r raised to 8 അല്ലേ, r raised to 8 minus 1 divided by r minus 1 equal 5 into a into r raised to 4 minus 1 divided by
r minus 1. So എന്ത് ചെയ്യാം നമുക്ക് r minus 1 get cancel, a get cancel. So that implies എന്ത് വരും r raised to 8 minus 1 equal 5 into r raised to 4 minus 1. So r raised to 8 നമുക്ക് എങ്ങനെ എഴുതാം r raised to 4 the whole square minus 1 means 1 square equal to 5 into r raised to 4 minus 1. So this can be written as a plus b, a square minus b square ഫോർമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. So that means r raised to 4 plus 1 into r raised to 4 minus 1 equal 5 into r raised to 4 minus 1. So cancel. R raised to 4 plus 1 equal to 5. That implies r raised to 4 equal to 4. r raised to 4 equal to 4. So നമ്മുടെ ചോയ്സിലേക്ക് നോക്കുകയാണെങ്കിൽ r എന്ത് വരാം പ്ലസ് റൂട്ട് 2 റേസ് ടു 4 എന്ന് പറയുന്നത് എന്താണ് 4 ആണ്. പ്ലസ് ഓർ മൈനസ് r raised to 4 that can be written as plus or minus root 2 the whole raised to 4 because root 2 എന്ന് പറഞ്ഞാൽ എന്താണ് 2 raised to 1 by 2 ആണ്. The whole raised to 4 എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും 2 raised to 2 4 എന്ന് കിട്ടും. Therefore answer plus or minus root 2 the whole raised to 4. That means r equal to r raised to 4 ആണ് കിട്ടിയത്. r is equal to എത്ര വരും r is equal to plus or minus root 2 plus or minus root 2. Choice C. Choice C. Plus or minus root 2. Plus or minus root 2. Okay. Then next question. Sum of. So now already your shortcut formula in the discussion x is equal to Sn equal to x plus x plus x plus etc. n terms. Okay, the formula use Sn equal to x divided by 81 into 10 raised to n plus 1 minus 9n minus 10. And this is utan noka. Now x in the stanza 4 ana 4. So then 4 വരുന്ന എയും ബിയും ആണ് ചോയ്സ് ഉള്ളത്. 4 ഡിവൈഡ്മെന്റ് ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് തന്നിരിക്കുന്നു 4/9 ഫസ്റ്റ് ചോയ്സ് എടുക്കുകയാണ്. 10 into 10 raised to n minus 1 divided by 9 minus n നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് പോലെ തന്നിരിക്കുന്നു. സോ ഇതിനകത്ത് LCM എടുക്കുമ്പോൾ 4/9 10 raised to n plus 1 minus 10 minus 9n divided by 9 is equal to 4/81 into 10 raised to n plus 1 minus 9n minus 10 കിട്ടി. Therefore choice A. Therefore choice A. Choice A. Clear ആണോ? നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്തിട്ട് ചോയ്സ് മെത്തേഡ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് എത്തുന്ന ചോയ്സ് ഏതാണെന്ന് നോക്കിയിരിക്കുന്നു. സോ അവിടെ 9 പുറത്തേക്ക് എടുത്ത് അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്ത് LCM എടുക്കാത്ത ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അതിനെ നമ്മുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും x/81 into 10 raised to n plus 1 minus 9n minus 10. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? Then next question. The arithmetic mean between two numbers is 15 and geometric mean is 9. Then the numbers. So AM between two numbers is 15. So that means A plus B divided by 2 15. That implies A plus B equal to 30. So രണ്ട് numbers in the sum 30 varanam. Product in the square root of product into varanam root of product 9 varanam. So നമുക്ക് നോക്കുകയാണെങ്കിൽ ചോയ്സിൽ നോക്കുകയാണെങ്കിൽ 27 plus 3 30 വരുന്നുണ്ട്. Then 27 into 3 അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 27 into 3 അതിൻ്റെ റൂട്ട് എടുത്താൽ അത് ഇടുന്നുണ്ട് എക്സാക്ട്ലി 9 വരുന്നുണ്ട്. Therefore that means അല്ലെങ്കിൽ ഇവിടെ എന്ത് പറയാം സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും AB equal to 81. ഓക്കെ അറിയാം 27 plus 3 30 കിട്ടുന്നുണ്ട്. 27 into 3 എക്സാക്ട്ലി 81 കിട്ടുന്നുണ്ട്. Therefore A, B ആ ടു നമ്പേഴ്സ് ഏതൊക്കെ വരും 27, 3 27 and 3 27 and 3.
Next one, the gradient of the curve. So gradient കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ y equal to 3x square minus gradient അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ dy by dx കണ്ടുപിടിക്കുക ആദ്യം. സോ 3 കോൺസ്റ്റന്റ് ആണ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x 6x minus 5. ഇതിനകത്തേക്ക് ഇതൊരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് y വരുന്നില്ല. ഇതിനകത്തേക്ക് എക്സിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുക. 6 into 1 minus 5 equal to 6 minus 5 1. ഇപ്പോൾ ഡിഫറൻസിയേഷൻ ക്വസ്റ്റ്യൻ ടഫാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഇതേപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എത്രത്തോളം നമുക്ക് സിമ്പിളായിട്ട് 10 സെക്കൻഡ്സിലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. Then next one, integration. So integral 0 to 5, integral 0 to 5, integral 0 to 5 x square divided by x square plus 5 minus x dx. Integral 0 to a f of x dx can be written as integral 0 to a f of a minus x dx എന്ന് എഴുതാം. സോ ദാറ്റ് മീൻസ് ഇത് നമുക്ക് a അല്ലെങ്കിൽ i ഈക്വൽ ഇൻ്റഗ്രേഷൻ i is equal to integral 0 to 5 x square divided by x square divided by x square plus 5 minus x dx. ദെൻ ഇതിനെ നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 5 എക്സിൻ്റെ സ്ഥാനത്ത് 5 എയുടെ സ്ഥാനത്ത് 5 ആണ്. 5 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് ഓഫ് 5 മൈനസ് എക്സ്. സോ ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 5 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 5 0 വരും. അത് ക്യാൻസൽ ആയി പോകും. ദെൻ പ്ലസ് എക്സ്. എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ. സോ ദാറ്റ് മീൻസ് ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 2 ഈക്വൽ ടു ഐ പ്ലസ് ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 5 എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5 മൈനസ് എക്സ് സ്ക്വയർ 5 മൈനസ് എക്സ് സ്ക്വയർ. സോ ദാറ്റ് ഇംപ്ലൈസ് പ്ലസ് അടുത്ത രണ്ടാമത്തെ ഈ സെക്കൻഡ് വൺ എടുക്കുമ്പോഴത്തേക്കും ഇൻ്റഗ്രൽ 0 to 5 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 5 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് സ്ക്വയർ. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. സോ ലിമിറ്റും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 5 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആണ് എക്സ് സ്ക്വയർ പ്ലസ് 5 മൈനസ് എക്സ് സ്ക്വയർ. ദാറ്റ് മീൻസ് ഇത് കിട്ടും നമുക്ക് 1 എന്ന് കിട്ടും. സോ 2i ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 5 1 dx. സോ 1ൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? എക്സ് കിട്ടും. 0 to 5 കൊടുക്കുമ്പോൾ 5 മൈനസ് 0 അല്ലെങ്കിൽ 5 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് 2i is equal to 5. That implies I is equal to 5 divided by 2. So നമ്മുടെ ചോയ്സിൽ അങ്ങനെ ഒരു ആൻസർ ഇല്ല. 0ഉം 1ഉം -1 ഒക്കെ ആണ്. therefore നമ്മുടെ ആൻസർ നൺ ഓഫ് ദീസ്. ആക്ച്വലി കിട്ടിയ എന്താണ്? 5 divided by 2 ആണ്. 5 divided by 2. 5 divided by 2 നൺ ഓഫ് ദീസ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണ്. റെഗുലർ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റൻ ആണ്. Then f dash x
എഫ് ഡാഷ് എക്സ് തന്നിരിക്കുന്നു 3x square plus 2. Then f of 0, that means f of x കണ്ടുപിടിക്കണം. f of x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവും അതിൻ്റെ എന്താണ് റിവേഴ്സ് പ്രോസസ് ആണ്. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ് ആണ് കിട്ടുന്നത്. എഫ് ഡാഷ് എക്സ് ഡി എക്സ്. സോ ദാറ്റ് മീൻസ് 3 ഇൻ്റഗ്രൽ 3x square plus 2 dx. 3 കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2x പ്ലസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. So x cube plus 2x plus c. x cube plus 2x plus c എന്ന് കിട്ടി. f of x നമുക്ക് f of 0 is equal to 0 cube plus 2 into 0 plus c equal to 0. That implies constant equal to 0. That implies നമുക്ക് എന്ത് കിട്ടി? f of x equal to x cube plus 2x. Because 0 കൊടുത്തപ്പോൾ നമുക്ക് എഫ് ഓഫ് സീറോയ്ക്ക് സിയുടെ വാല്യൂ 0 ആണ് കിട്ടിയ. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ദെയർഫോർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ഓഫ് ടു ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് അറിയാമെങ്കിൽ എഫ് ഓഫ് 2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ 2 ഇട്ട് കൊടുക്കുക. 2 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 2 8 പ്ലസ് 4 ഈക്വൽ ടു 12. 8 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 12. 8 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 12. 8 plus 4 is equal to 12. Okay. 8 plus 4 is equal to 12. Then clearly then next one. A box contains 7 red and 6 white balls, and for 7 red, 6 white and 4 blue balls, how many selection of 3 balls can be made so that none is red? So none is red. നമുക്ക് എത്രയാണ് സെലക്ഷൻ? ജസ്റ്റ് സെലക്ഷൻ 3 ബോൾസ് സെലക്ട് ചെയ്യണം. റെഡ് ആകാൻ പാടില്ല. റെഡ് അല്ലാത്ത എത്ര ബോൾസ് ആണുള്ളത്? 6 plus 4, 10. Out of 10, we have to select 3 balls at a time. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 10c3. 10c3 means 10 factorial divided by 7 factorial into 3 factorial. 10 into 9 into 8 divided by 6. 120. 120. 120. 120. 120. Okay. Then next one. The number of times a particular item is occur in a given data is called. So ഇത്ര തവണ ഒക്കർ ചെയ്തു എന്ന് പറയുന്നതിന് വേരിയേഷൻ എന്നാണോ പറയുന്നത്, ഫ്രീക്വൻസി എന്നാണോ പറയുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണോ, നൺ ഓഫ് ദീസ് ആണ്. സോ ഇത്ര തവണ ഒക്കർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി. നമ്പർ ഓഫ് ടൈംസ് ഒക്കർ particular item given data, number of items of a particular item in a given data. The number of times in a particular items in a given data is frequency. No direct question. Next one. If the width of each of 10 class in a frequency distribution is 2.5 and the lower class boundary is 5.1, then the upper class boundary of the highest class. സോ ഉടനെ ഇവിടെ എല്ലാ ക്ലാസ്സും എഴുതിയിരിക്കരുത്. ഫസ്റ്റ് ക്ലാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ 5.1 ആണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറി. ദെൻ ഫ്രീ വിഡ്ത്ത് ക്ലാസ് ലെങ്ത് അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് 2.5 ആണ്. ദെയർഫോർ എന്ത് വരും? ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ക്ലാസ് ബൗണ്ടറി എത്ര വരും? ഇതിൻ്റെ കൂടെ 2.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 7.6. ദെൻ ഇതേപോലെ 10 ക്ലാസ് എടുത്ത് സമയം കളയരുത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് 5.1 പ്ലസ് ഇത് എത്രയാണ്? അങ്ങനെ 10 ടൈംസ് 10 ക്ലാസ് അല്ലേ വരുന്നത്. അതുകൊണ്ട് എത്രയാണ് ആഡ് ചെയ്യുന്നത്? എക്സ്ക്ലൂസീവ് ആയിട്ട് 2.5 ഇൻറ്റു 10 അല്ലേ? 10 ക്ലാസ് അല്ലാണ്ട് 10 ക്ലാസ് എഴുതി ഒന്നും സമയം കളയരുത്. ക്ലാസ് ഇൻ്റർവെല്ലോ എഴുതാനൊന്നുമല്ല നമുക്ക് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സസ് ഏതൊക്കെയാണെന്നൊന്നുമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? അപ്പർ ക്ലാസ് ബൗണ്ടറി ഓഫ് ദ ഹൈസ്റ്റ് ക്ലാസ്, ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ക്ലാസ് ബൗണ്ടറി. സോ ദാറ്റ് മീൻസ് എന്താണ്? 5.1ൻ്റെ കൂടെ 10 ടൈംസ് 2.5 ആഡ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
upper class boundary of last class. 5.1 plus 25. Right answer 30.1. 30.1. ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Then next one. Let L be the lower class boundary of a class in a frequency distribution and M be the midpoint of the class. Which one of the following is the higher class boundary of the class? Which one of the following is upper? So mid value അല്ലെങ്കിൽ midpoint നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പർ ക്ലാസ് ബൗണ്ടറി, ഹയർ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ബൗണ്ടറി പ്ലസ് ലോവർ ക്ലാസ് ബൗണ്ടറി ഡിവൈഡഡ് ബൈ 2. Let L be the lower class boundary and mid value M. So ഇത് M ആണ് upper class boundary. Then L be the lower class boundary divided by 2. So cross multiplying 2M equal to upper class boundary upper class boundary plus lower class boundary. നമുക്ക് വേണ്ടത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്പർ ക്ലാസ് ബൗണ്ടറി ആണ് ചോദിച്ചിരിക്കുന്നത്. വരും 2M മൈനസ് എൽ ചോദിച്ചിട്ടുണ്ടോ? 2M മൈനസ് എൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ബൗണ്ടറീസ് രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സാക്ട്ലി മിഡിൽ വാല്യൂ എന്ന രീതിയിലെ മിഡ് പോയിന്റ്. Then the mean of value of 1, 2, 3, etc. n with the respective frequencies x, 2x, 3x, etc. nx. So values എത്രയൊക്കെയാണ് തന്നിരിക്കുന്നു? 1, 2, 3 അങ്ങനെ പോയിട്ട് n വരെ വരുന്നുണ്ട്. ഫ്രീക്വൻസി വരുന്നുണ്ട് x, 2x, 3x, etc. nx. സോ മീൻ ഇത് നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനകത്ത് മീൻ അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. സോ ദാറ്റ് മീൻസ് ഇവിടെ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ എക്സ് പ്ലസ് 3 സ്ക്വയർ x plus etc plus n square x. 1 can be written as x can be written as 1 square. 1 square എന്ന് പറഞ്ഞാൽ x എന്നാണ്. ബിക്കോസ് നമുക്ക് ആ ഒരു സെയിം ഫോർമാറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു വാല്യൂവിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ എന്ത് കിട്ടും? എക്സ് പ്ലസ് 2x പ്ലസ് 3x പ്ലസ് എക്സെട്ര പ്ലസ് എൻ എക്സ്. നമുക്ക് മുകളിലും താഴെയും എന്താണ്? എക്സ് കോമൺ ആയിട്ട് എടുക്കാം. മിച്ചം എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ x into 1 plus 2 plus 3 plus etc plus n. സോ ഇതെന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഈ എക്സ് ഗെറ്റ് ക്യാൻസൽ. ഈ മുകളിൽ വന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. താഴെ ഡിനോമിനേറ്ററോ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സോ ദാറ്റ് മീൻസ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഫോർമുല എന്താണ്? n into n plus 1 into 2n plus 1 the whole divided by 6. Then denominator sum of first n natural numbers, so n into n plus 1 divided by 2 the whole divided by 2. So that means നമുക്ക് എടുക്കുമ്പോൾ എന്താവും? n into n plus 1 into 2n plus 1 divided by 6 into n plus 1. Then division by fraction ഈ 2 എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. So that means നമുക്ക് എന്താണ്? ആദ്യം ഇത് കട്ട് ചെയ്ത് 3 വരും. n get cancel. n plus 1 get cancel. 2n plus 1 divided by 3. 2n plus 1
divided by 3. 2n plus 1 the whole divided by 3. 2n plus 1 divided by 3. So, ഇവിടുത്തെ ഫീയുടെ കാര്യം പറയാനായിട്ട് നമ്മുടെ ആ ബ്രൗഷറിൽ വരുന്ന ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഗൂഗിൾ. So 2n plus 1 the whole divided by 3. Clear ആണോ? The correlation between two variables x and y found to be 0.4. So 0.4. Then what is the correlation between 2x and minus y? So ഇവിടെ നോക്കിയാൽ അറിയാം ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്. സോ RXY ഈക്വൽ ടു 0.4 ആണെങ്കിൽ ഇത് നോക്കിയാൽ ഒരെണ്ണം പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഓപ്പോസിറ്റ് സൈനാണ്. ദെൻ ഇത് എടുത്തു കഴിഞ്ഞാൽ ആർ എക്സ് വൈക്ക് വരും യു വി അല്ലെങ്കിൽ പി ഒ ക്യു എന്നാലും എടുത്തു കഴിഞ്ഞാൽ എന്തോരും മൈനസ് ഓഫ് ഓപ്പോസിറ്റ് സൈനാണ്. ദെയർഫോർ 2x മൈനസ് വൈ നമുക്ക് എന്ത് കിട്ടും? ആർ യു വി അല്ലെങ്കിൽ പുതിയ വാട്ട് ഈസ് ദ കോറിലേഷൻ ബിറ്റ്വീൻ 2x ആൻഡ് മൈനസ് വൈ വിൽ ബി minus 0.4. Minus 0.4. Minus 0.4. Okay. Then correlation coefficient is dash of units of measurement. എന്താണ് correlation coefficient? എന്താണ്? പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല. It is independent. So independent of correlation coefficient. The next one, if for two variables x and y, the covariance, variance of x and variance of y are 40, 16 and 25 respectively, what is the value of correlation coefficient? So covariance xy 40 തന്നിരിക്കുന്നു. Variance, that means sigma x square 16 ആണ്. That implies sigma x നമുക്ക് 4 എന്നെടുക്കാം. sigma y square 25 ആണ്. ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ വൈ ഈക്വൽ ടു 5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആർ ഫോർമുല എന്താണ്? കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ദാറ്റ് മീൻസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സോ വേരിയൻസ് വന്നിട്ടുണ്ട്. റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. 40 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സോ എത്രയായിരുന്നു? 25 അല്ലല്ലോ, 256 അല്ലേ? 25 അല്ല, 256 ആണെങ്കിൽ 6 കണ്ടില്ല ആദ്യം 16. സോ 4 ഇൻറ്റു 16 നോക്കാം. റെഡി? 0.625. അറിഞ്ഞിരിക്കേണ്ട ഫോർമുല ആർ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ക്ലിയർ? Next one, 6.25, 0.625. The next one. The coefficient of rank correlation of marks obtained by 10 students in English and economics was found to be 0.5. It was later discovered that the difference in ranks in the two subjects obtained by one student was wrongly taken as 3 instead of 7. Find the correct. Are equal to, find the correct coefficient of rank correlation. R is equal to 5. R formula endana? 1 minus sigma into 6, 1 minus 6 into sigma, 1 minus 6 into sigma di square divided by n into n square minus 1.
1 minus sigma 6 sigma di square divided by n 10 ആണ് 10 into 99 equal to 0.5. Then errate കൊടുക്കാം. So 1 minus 6 sigma di square equal to 495. So that means നമുക്ക് 1 minus 6 into 3 minus 1 3 ആണ് 1 minus 7 3 ആണ് 1 minus 7. Second. എത്ര കിട്ടും? So 1 minus 6 into sigma di square divided by equal to 0.5. So that means 6 sigma di square divided by 990 equal to 1 minus 0.5 അല്ലെങ്കിൽ 0.5. So that means sigma di square എത്ര കിട്ടും? 0.5 into 990 divided by 6. So that means 82.5 ആണ്. ഇതിനകത്താണ് നമുക്ക് 3 എടുത്തു ഇൻസ്റ്റെഡ് ഓഫ് 7. 3 എടുത്തു ഇൻസ്റ്റെഡ് ഓഫ് 7. സോ സിഗ്മ ഡി ഐ കറക്റ്റ് സിഗ്മ ഡി ഐ സ്ക്വയറിനായിട്ട് 82.5 മൈനസ് 3 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. So 82.5 minus 9 plus 49. 122
0.5 നേരെ എന്തിട്ട് കൊടുക്കുക, ക്വസ്റ്റ്യനിലേക്ക് ഇട്ട് കൊടുക്കുക. ആർ ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇപ്പോഴത്തേക്ക് ഇച്ചിരി ഇവിടെ ഇതിന് മാത്രമേ ഉള്ളൂ ഡിവിഷൻ വരുന്നത്. ഡിവൈഡഡ് ബൈ 990 divided by 990. So 1 minus 6 into 122.5 divided by 990. So 6 into 122.5 divided by 990 equal to minus 1, 30, 0.257 something. 257 അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? ഏറ്റവും അടുത്ത് വരുന്ന 0.260 0.260 the answer. Clear ആണോ? So 0.257 എന്നാണ് വന്നിരിക്കുന്നത്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 0.257. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.26. The next one. R is equal to 0.5 sigma xy 120 sigma y 8 sigma x square 90. So R x ഉം y ഉം deviation from mean എന്ന രീതിയിൽ എടുക്കാം. x ഉം y ഉം deviation from mean. R is equal to sigma xi minus x bar into yi minus y bar divided by n, the whole divided by root of sigma xi minus x bar square divided by n into sigma y. x ഉം y ഉം deviations from mean ആയിട്ട് എടുക്കുകയാണ്. ഡീവിയേഷൻ ഫ്രം അതാണ് എക്സ് ബാർ മൈനസ് എക്സ് ബാർ. സോ ആ ഒരു കോയിഫിഷ്യൻ്റ് കിട്ടാനായിട്ട് ആറ് കിട്ടാനായിട്ട് ഈക്വൽ ടു 0.5 ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് 120 എക്സ് സിഗ്മ എക്സ് ഇൻറ്റു വൈ ഉണ്ടോ. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സ് ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് മീൻസ് സിഗ്മ എക്സ് y കിട്ടിയെന്നെടുത്തു. then divided by n, the whole divided by root of 90 by n into 8 equal to 0.5. So that implies നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 120 divided by n then into root 90 into 8 root n equal to 0.5. So ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് വേണമെങ്കിൽ റൂട്ട് 10 ആകും, ഇതില്ലാണ്ട്. So that means root n into 0.5 into root 90 into 8 equal to 120. Therefore root n equal to 120 divided by 0.5 into root 90 into 8.
120 divided by 0.5 divided by 8 divided by 3.16227 കിട്ടി. ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഈക്വൽ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സാക്ട്ലി n ഈക്വൽ ടു 10 എന്ന് കിട്ടും. n is equal to 10. n is equal to 10. X and Y mean deviations from mean x comma y mean deviation from x എന്ന് എടുക്കാം. ഫ്രം മീൻ എക്സ് ബാർ അല്ലെങ്കിൽ മീൻ. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. സിഗ്മ എക്സ് വൈ divided by sigma x square by n into sigma y root of sigma x square by n root of. So n is equal to exactly 10. n is equal to exactly 10. Okay. Then for a m into n classification by every data, the maximum number of coordinate conditional distribution. So maximum number of conditional distribution ഇവിടെ m into n maximum number of conditional distribution വരുന്നത് m plus n ആണ്. ഇവിടെ p into q എന്നായിരിക്കും വരേണ്ടത്. therefore ആൻസർ ആ പിയും ക്യൂവും എന്ന രീതിയിൽ എടുത്താണ് m plus n ആണ് വരേണ്ടത്. ക്വസ്റ്റ്യനിൽ പി ഇൻറ്റു ക്യൂ എന്നായിരിക്കും വരേണ്ടത്. നോർമലി എം ഇൻറ്റു എൻ തന്നിരിക്കുന്നു, പി ഇൻറ്റു ക്യൂ ആയിരിക്കും അവിടെ ആക്ച്വലി വരേണ്ടത്. സോ ആൻസർ പി പ്ലസ് ക്യൂ. ദെൻ ഡാഷ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഇൻ്റർവെൽ ടെസ്റ്റ്. എന്താണ്? സർക്കുലർ ടെസ്റ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഇൻ്റർവെൽ ടെസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ. Fisher's method for construction of index number uses geometric mean, harmonic mean, geometric mean, harmonic mean, and the HM വന്നിരിക്കുന്നു ചോയ്സിൽ. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത് ജോമെട്രിക് മീൻ ആണ്. ജോമെട്രിക് മീൻ. സോ ഫിഷേഴ്സ് മെത്തേഡിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ ഫിഷേഴ്സ് മെത്തേഡിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് uses geometric mean. Then next one, the consumer price index. The consumer price index in 1990 increases by 80% as compared to 1918 1990 വന്നപ്പോഴത്തേക്കും എത്രയാണ്? 80% increase. 80% increase. increase. Then a person getting, so 980 60,000 ആണ് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ 80% ഇൻക്രീസ്. 80% ഇൻക്രീസ് എടുത്താൽ പോരെ. സോ 60,000 പ്ലസ് 80% എത്ര കിട്ടും? 1,08,000. 1,08,000. 1,08,000. Then next one, if the mean deviation of a normal variable, if the mean deviation of a normal variable, the mean deviation of a normal variable is 16. Mean deviation of a normal variable is 16. What is the quartile deviation? സോ അതിനുശേഷം 19 ക്വസ്റ്റ്യൻസ് ലോജിക്കൽ റീസണിങ്ങിലാണ് വരുന്നത്. അതിനുശേഷം ക്വസ്റ്റ്യൻ 60 ആണ് വരുന്നത്. മീൻ ഡീവിയേഷൻ ഓഫ് എ നോർമൽ വേരിയബിൾ ഈ 16 ആൻഡ് വാട്ട് ഈസ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ. സോ നമുക്ക് മീൻ ഡീവിയേഷനും ക്വാർട്ടൈൽ ഡീവിയേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെ എടുക്കാം? 6 ഇൻറ്റു quartile deviation is equal to 5 into mean deviation.
if the mean deviation, so quartile deviation equal 5 into mean deviation divided by 6, 5 into 16 divided by 6, 5 into 16 divided by 6, 5 into 16 divided by 6 എത്രയായിട്ട് 13.33. സോ നമ്മുടെ അടുത്ത് വരുന്നത് 13.5. കിട്ടില്ല ആൻസർ. നെക്സ്റ്റ് വൺ. The ogives can be prepared in dash different ways. So എത്ര തരം ogives ആണുള്ളത്? less than ogives and greater than ogive. So that means two waysലാണ് ogives prepare ചെയ്യാൻ പറ്റുന്നത്. 2 ways. Not direct question. Pakka theory question. Then next one. Dash is an absolute measure of dispersion. Dash is an absolute measure of dispersion. Range, mean deviation, standard deviation, all the above. So ഇതെല്ലാം തന്നെ എന്താണ്? Absolute measure of dispersion ആണ്. So therefore answer എന്ത് വരും? All the above. So ഇത് റേഞ്ചും അബ്സല്യൂട്ട് മെഷർ ആണ്. മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാം അബ്സല്യൂട്ട് മെഷർ ആണ് വരുന്നത്. therefore answer all the above. All the above. Then next one. The wages of 8 workers expected in rupees are so and so. Find the median wage. So median means എന്താണ്? median means നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് എക്സാക്ട്ലി മിഡിൽ വരുന്നത്. സോ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി മിഡിൽ ടേം കിട്ടും. ഈവൻ നമ്പർ ആണെങ്കിൽ 2 ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ മിഡിൽ വരുന്ന 2 ടേംസ് ആഡ് ചെയ്തിട്ട് ആ ടേംസ് ആഡ് ചെയ്തിട്ട് ആൻഡ് ഡിവൈഡഡ് ബൈ 2. സോ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 38 അല്ലേ, ഏറ്റവും ചെറുത്, ദെൻ 42, ദെൻ 38, 42, ദെൻ 45, 47, 49, 54, 55, 56. എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 8. സോ 8 ടേംസ് വരുമ്പോഴത്തേക്കും എക്സാക്ട്ലി മിഡിൽ ടേം എന്ത് വരും? 4th ടേം, 5th ടേം അതിൻ്റെ ഡിവൈഡഡ് ബൈ 2. സോ മീഡിയൻ ഈക്വൽ ടു 4th ഒബ്സർവേഷൻ അല്ലെങ്കിൽ 47 പ്ലസ് 5th ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2. 47 plus 49 divided by 2. 48. 48. Then next one. If the standard deviation of 10 observation is 4 and if each item is divided by -2, then the standard deviation of new series will be, so standard deviation of y. Standard deviation of y 4 ആണ്. If divided by 2, then the deviation of new series will be, so y equal to x by 2 എന്ന് എടുക്കാം. So standard deviation of y. Standard deviation of y. Y equal to, so standard deviation of 10 observation is 4 and item is divided by 2. Then standard deviation of new. So y equal to x plus x ആയിരുന്നു. So standard deviation of y നമുക്ക് എങ്ങനെ എടുക്കാം? So divide by -2. So that means standard deviation of y modulus of 1 by -2 into standard deviation of x. Standard deviation of x. സോ നമുക്ക് ഒറിജിനലുള്ള വേരിയബിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 4 ആണ്. സോ മോഡുലസ് എടുക്കുമ്പോൾ 1 by -2 1 by 2 into 4 equal to 2. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ന്യൂ, ദാറ്റ് മീൻസ് -2 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്താൽ സ്കെയിലിൽ ചേഞ്ച് വരുന്നത് അബ്സല്യൂട്ട് വാല്യൂ വെച്ചിട്ട് ചേഞ്ച് അഫക്റ്റ് ചെയ്യും.
y equal to x എന്ന് വിചാരിക്കുക. then പുതിയതിലേക്ക് വരുമ്പോൾ y equal to x by minus 2. then standard deviation of പുതിയത് y is equal to modulus of 1 by minus 2 into standard deviation of x. then next one, answer equal to 2. if the relationship between x and y is given by 4x minus 6y equal to 13, if the median of x is of x equal to 16. So നമുക്ക് എങ്ങനെ എഴുതാം? 6y equal to 4x minus 13. 4x minus 13. So that implies 6 into y median equal to 4 into x median minus 13. So originum scale affect ചെയ്യുന്നു. So that means 6 into y median equal to 4 into 16 minus 13. So y median equal to 4 into 16 minus 13. 51 divided by 6. Divided by 6 എത്രയായിട്ടും 8.5. 8.5 affected by origin and scale. Then next one, two variables x and y are related by 5x plus 2y equal to 5 equal to 0 and x is equal to 5. then y is x bar ഉണ്ട്, then y bar. Next question. So 5x plus 2y plus 5 equal to 0. That implies 2y equal minus 5x minus 5. So 2 into y bar is equal to minus 5 into x bar minus 5. So that means 2 into y bar equal to minus 5 into 5 minus 5. So 2y bar equal to minus 30. That means y bar equal minus 30 divided by 2 minus 15. Mean. So originum scale affect ചെയ്യുന്നു. Ideal answer minus 15 minus 15 minus 15. Then find Q1. Quartile 1 of the following observation 7 and 9. So first ascending order എഴുതാണ്. 4 7 9 5 4. So ഏറ്റവും ചെറുത് 4, then 5 6 7 9 10 14, then 15, then 18, then 20. 1 2 3 4 5 6 7 8 9 10. So Q1 is equal to 191 into n plus 1 divided by 4th. So in 1 into 11 by 4. 11 divided by 4 equal to 2.75. So that means second term plus 0.75 into third minus
സെക്കൻഡ് ടേം. സോ തമ്മിൽ ഡിഫറൻസ്. സെക്കൻഡ് ടേം എത്രയാണ്? ഇവിടെ നമുക്ക് 5 പ്ലസ് 0.75 സെക്കൻഡും തേർഡും ഇൻറ്റു 6 മൈനസ് 5 1 ആണ്. ദെയർഫോർ ആൻസർ എന്ത് വരും? 5.75. 5.75. ഫോർമുലാസിൽ എത്രത്തോളം ഗ്രിപ്പ് ഉണ്ടാവണം നമുക്ക്? കൊട്ടയിൽ 1. സോ 1 ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4th. 5.75. Then next one. Dash is the entire upper part of the table which includes columns and subcolumns, numbers, units and measurement. So stub റോയുടെ ആണ്, നമുക്ക് കോളത്തിൻ്റെ ആണ് വരുന്നത്. എന്ന് പറയാം, നമുക്ക് ബോഡി വരുന്ന അതിനകത്താണ്, ക്യാപ്ഷൻ വരുന്നതല്ല. ബോക്സ് ഹെഡ് എന്ന് പറയാം. സോ ആൻസർ ബോക്സ് ഹെഡ്. പക്ക തിയറി ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. ബോക്സ് ഹെഡ്. ദെൻ നെക്സ്റ്റ് വൺ. P of A. P of A equal to 1/2. P of B equal to 1/3. P of A intersection B 1/4 എന്ന് തന്നിരിക്കുന്നു. Then P of A complement intersection B complement. So De Morgan's law അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? P of A union B the whole complement. So that means 1 minus P of A union B. സോ എ യൂണിയൻ ബി കണ്ടുപിടിക്കേണ്ട എല്ലാ ഇൻഫർമേഷനും ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. പി ഓഫ് എ യൂണിയൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ പി ഓഫ് എ 1/2 പ്ലസ് 1/3 മൈനസ് 1/4. സോ 2 4 3. സോ എൽ സി എം എന്ത് വരും? 2ഉം 4ഉം 3യിൽ 4 ആണ് വലുത്. then 3 കൊണ്ട് 4 ഡിവിസിബിൾ അല്ല, 3 കൊണ്ട് മൾട്ടിപ്ലൈ. 3 ഈസ് ആൻഡ് പ്രൈം നമ്പർ. 12 കിട്ടും. സോ 12 എൽ സി എം എടുത്തു കഴിഞ്ഞാൽ ദെൻ ഇവിടെ 6 പ്ലസ് 4 മൈനസ് 3. 6 പ്ലസ് 4 മൈനസ് 3 7/12. സോ ദാറ്റ് മീൻസ് 1 മൈനസ് 7/12 എടുത്താൽ എന്ത് കിട്ടും? 12 മൈനസ് 7 ഡിവൈഡഡ് ബൈ 12. ദാറ്റ് മീൻസ് 5 ഡിവൈഡഡ് ബൈ 12. 5 divided by 12. Choice A. 5 divided by 12. 5 divided by 12. 5 divided by 12. Ideal answer. 5 divided by 12. Then next one. From the following, x ഉം f of x എന്ന് തന്നിട്ടുണ്ട്. E of x. E of x expected value എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആയിരിക്കും. പ്രോബബിലിറ്റി പി ഓഫ് എക്സ് ആണ് ഇത് വരുന്നത്. പ്രോബബിലിറ്റി എക്സ് ആണ്. സോ ദാറ്റ് മീൻസ് സിഗ്മ മീൻസ് സം 1 ഇൻറ്റു 1/2 പ്ലസ് 2 ഇൻറ്റു 1/3 പ്ലസ് 3 ഇൻറ്റു 1/6. സോ 1/2 പ്ലസ് 2/3 പ്ലസ് 1/2. സോ 1/2 പ്ലസ് 1/2 1 കിട്ടും. ദെൻ 2/3. 2/3 എന്ന് പറയുന്നത് 0.66666 ആണ്. ദെയർഫോർ നമുക്ക് 1 പ്ലസ് 0.66666 എത്ര കിട്ടും? 1. നമ്മുടെ ചോയ്സ് പ്രകാരം എന്തെടുക്കാം? 1.67. 1.67. 1.67. 1.67. ഓക്കെ അല്ലേ? Then next one. In a box carrying 1 dozen of oranges, so that means 12 oranges. 12 oranges. 1/3 become bad. So that means 12 in a 1/3. That means 12 divided by 3. 4 bad I. So that means remaining 8 എന്തായിരിക്കും? Good oranges ആയിരിക്കും. So 4 bad, 8 good. If 3 oranges are taken from the box at random, what is the probability that at least 1 orange out of the 3 oranges picked up is good? So that means probability of at least 1 good. So ഇതെന്ത് ചെയ്താൽ മതി?
1 minus probability of all bad എടുത്താൽ പറയാം, all 3 bad. So that means no, at least 1 means 1 2 3 4 4 3 സെലക്ട് ചെയ്യുന്നത് എന്ന രീതിയിൽ നമുക്ക് പല പല കോമ്പിനേഷൻസ് കണ്ടുപിടിക്കേണ്ടി വരും. അതിന് പകരം ഒറ്റയടിക്ക് ആൻസറിലേക്ക്. സോ പ്രോബബിലിറ്റി ഓഫ്, സോ 1 മൈനസ് പി ഓഫ് ഓൾ ബാഡ് ഉണ്ടോ, നമ്മൾ എത്ര എണ്ണമാണ് പിക്ക് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓറഞ്ച് ഔട്ട് ഓഫ് 3 ഓറഞ്ചസ് പിക്ഡ്? സോ 3 എണ്ണം പിക്ക് ചെയ്യുന്നത് 3ഉം ബാഡ് ആകാനുള്ള ചാൻസ് എത്രയാണ്? 4C3 ഉണ്ട്. നമുക്ക് എത്രയാണ് ബാഡ് ഓറഞ്ചസ് ഉള്ളത്? ഇത് സെലക്ഷൻ ആയിരുന്നെങ്കിൽ, കോമ്പിനേഷൻ ആയിരുന്നെങ്കിൽ ഇതുകൊണ്ട് തീർന്നതന്നെ. ബട്ട് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം ആണ് എന്ത്? പ്രോബബിലിറ്റി. ഫേവറബിൾ ഔട്ട്കം 4C3 ഡിവൈഡഡ് ബൈ 12C3. സോ ദാറ്റ് മീൻസ് 1 മൈനസ് 4C3 എന്ന് പറഞ്ഞാൽ 4C1 ആണ്, 4 തന്നെ കിട്ടും. 12C3. സോ 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 6 എത്ര കിട്ടും? 220. സോ ദാറ്റ് മീൻസ് 1 മൈനസ് 55 എന്നുള്ള രീതിയിലാണ്. സോ 220 ഡിവൈഡ് ബൈ 4 സിംപ്ലിഫൈ ചെയ്താൽ 55 കിട്ടുന്നുണ്ട്. 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 55. സോ എത്ര കിട്ടും ആൻസർ? 54 ഡിവൈഡഡ് ബൈ 55. 54 ഡിവൈഡഡ് ബൈ 55. 54 ഡിവൈഡഡ് ബൈ 55. ഓക്കെ അല്ലേ? Then next one, find the effective rate of interest at 10% per annum. Interest is payable quarterly. So effective rate of interest E is equal to 1 plus I the whole raised to n minus 1 into 100. So quarterly ആയതുകൊണ്ട് interest quarterly ആയതുകൊണ്ട് എന്ത് വരും? 1 plus 10 by 4. I equal 0.10 divided by 4, 0.1 divided by 4, 0.025, 0.025 the whole raised to 4 minus 1 into 100. That means 1.025 the whole raised to 4 minus 1 into 100. 1.025 into equal 2 times 3, 4 minus 1 into 100, try to 10.3812. That means നമ്മുടെ ചോയ്സിലേക്ക് എടുത്തു വരുന്നത് 10.38%. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ബിസിനസ് മാത്തമാറ്റിക്സ് പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. 14 മാർക്സ് 15 മാർക്സ് വരെ നമുക്ക് കിട്ടാവുന്ന ഒരു ചാപ്റ്റർ. A invested rupees 10,000 at 8% per annum compounded quarterly. Then the value of investment after 2 years. So A equal to P into 1 plus I by 4 the whole raised to 40. Okay. So compounded quarterly and I and I by 4, N and I 4 into T. 4 into T. So that means 10,000 into 1, 8% and 8 by 4 to 1.02 the whole raised to 4 into 2. That means 10,000 into 1.02 raised to 8. 1.02 raised to 8 question directly given ആണ്. So അതിനെ 10,000 കൊണ്ട് just multiply ചെയ്യുക. ആൻസർ എന്ത് കിട്ടും? 11,716.59. ഒറ്റയടിക്ക് നോക്കട്ടെ, ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ഇത് കിട്ടുമ്പോൾ തന്നെ അറിയാം. അതായിരിക്കും ഒറ്റയടിക്ക് നോക്കുക. 8 ഡിവൈഡ് ബൈ 2 1.02 റേസ് ടു 8 വരുന്നുണ്ട്. അത് ഇൻറ്റു 10,000. സോ 4 സ്ഥാനം മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് കിട്ടും? 11,716.59. ഓക്കെ. Then next one, future value of investment of rupees 1,000 made annually for 5 years at interest rate 14% compounded annually. So future value of annuity regular. A and I is equal to A into 1 plus I the whole raised to n minus 1 divided by I. So 1,000 into 1.14 raised to 5 minus 1 divided by 0.14. Test touch ചെയ്യാം.
1.14 into equal to 2 times 3, 4, 5 minus 1 divided by 0.14 into 1000. Right answer 6610.10. നമ്മുടെ ചോയ്സിലേറ്റവും അടുത്ത് വരുന്നത് 6610. 6610. Then next one. A man invests an amount of rupees 15,680 in the name of his 3 sons A, B, C in such a way that they get the same interest after 2, 3 and 4 years respectively. The rate of interest is 5%. Rate of interest is 5%. Then the ratio of amount of invested in the name of A, B, C. Rate of interest 5% എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഏത് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ ഒരു അസംഷൻ എടുക്കുക, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുള്ള രീതിയിൽ എടുക്കാം. സോ 15 to 80 ആണ്. 15,860 ആണ്. ഡിവൈഡ് ചെയ്യുന്നത് ആർക്കൊക്കെയാണ്? 3 സൺസ്, സൺ 1, സൺ 2, സൺ 3. 3 സൺസ് എ ബി സി എന്നാണ് അല്ലേ, ഓഫ് ഹിസ് 3 സൺസ് A, B, C in such a way that they get same interest after 2 years, 3 years and 4 years respectively 5%. That means A ക്ക് X, B ക്ക് Y and C ക്ക് Z amount ആണ് കിട്ടിയെന്നിരിക്കട്ടെ. സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കുകയാണ്. X into 0.5 into 2 equal Y into 0.05 into 3 equal Z into 0.05 into 4. So that implies നമുക്ക് എന്ത് വരും? 0.10x is equal to 0.15y equal to 0.20z. So decimal മാറ്റാനായിട്ട് 10x equal to 15y equal to 20z. ഇതിൽ നമുക്ക് ഫസ്റ്റ് 2 ടേംസ് എടുത്താൽ ഈ x by y equal to, അല്ലെങ്കിൽ ഇതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ, 2x equal to 3y equal to 4z. സോ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഈ രണ്ട് ടേംസ്, ഫസ്റ്റ് 2 ടേംസ് എടുത്താൽ എക്സ് ബൈ വൈ ഈക്വൽ 3/2 ആൻഡ് അടുത്തത് y by z ഈക്വൽ 4/3. ദാറ്റ് മീൻസ് എക്സ് ഈസ് ടു വൈ 3:2, ദെൻ y ഈസ് ടു z 4:3. സോ ഇത് വെച്ച് നമുക്ക് കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എക്സ് ഈസ് ടു വൈ ഈസ് ടു z 3:2, 4:3. സോ ഫസ്റ്റ് റോയിൽ ഒരു ടേം ആണ് മിസ്സിങ്, തൊട്ടടുത്ത് 2 ആണ്, ഇവിടെ 4 ആണ്. കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12:8:6. 12:8:6. സോ എക്സ് ഈസ് ടു വൈ ഈസ് ടു z. ദാറ്റ് മീൻസ് ഓരോരുത്തരും കിട്ടിയ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 12 അല്ലേ റേഷ്യോ അല്ലേ ചോദിച്ചിരിക്കുന്നത്? the ratio of amount, actually amount അല്ല, ratio of amount invested ആണ് ചോദിച്ചിരിക്കുന്നത്. 12:8:6. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാലോ. 2 കൊണ്ട് 6:4:3. റേഷ്യോ എപ്പോഴും എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ? ഏറ്റവും സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഫോർമാറ്റ് 6:4:3 is the right answer. 6:4:3. 6:4:3. ഓക്കെ അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Next one. What is the annual payment will be discharged? A debt of rupees 770 due in years. The rate of interest is 5%. ഇവിടെ ഒരു പ്രശ്നം ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടില്ല, ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരിക്കുന്നത് നമ്മൾ എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ തരത്തില്ല. സോ ഇയറെങ്കിലും തന്നിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആക്ച്വലി എന്താണ് ഫുൾ ഇൻഫർമേഷൻ ഫുള്ളായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഫുൾ ഇൻഫർമേഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്തുക. നമുക്ക് എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഡാഷ് ഇയേഴ്സ്, എന്ത് നമുക്ക് ആ ഇയേഴ്സ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആനുവൽ പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ എന്താണ് ഇൻഫർമേഷൻ ഫുള്ളായിട്ടില്ല, അതുകൊണ്ട് തന്നെ ആൻസർ കിട്ടില്ല. ആ ക്വസ്റ്റ്യൻ വിട്ടേക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നീട് എപ്പോഴെങ്കിലും അതിന് ഇപ്പം ഈ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ഇറക്കുവാണെങ്കിൽ
നമുക്ക് ചെയ്യാം. ഇൻ ഡാഷ് റെസീറ്റ്സ് ഓർ പേയ്മെൻറ്റ്സ് ടേക്ക് പ്ലേസ് ഫോർ എവർ. സോ ഇതാണ് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്ന ആനുവിറ്റി അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് റെസീറ്റ് പേയ്മെൻറ്റ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡെഫിനിറ്റ് ആയിട്ട് റെസീറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പെർപെച്യൂറ്റി. ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? പെർപെച്യൂറ്റി. പെർപെച്യൂറ്റി. Next one. The present value of scooter is 7,290. If its value decreases every year by decreases, that means depreciation on a 10%, then its value before 3 years. So that means scrap is equal to cost into 1 minus I the whole raised to n ആണ്. So scrap നമുക്ക് വന്നിട്ടുണ്ട് 7290. So cost into 0.90 the whole raised to n whole raised to 3. So therefore C equal 7290 divided by 0.9 divided by 0.9 divided by 0.9. Let me exactly 10,000. 10,000. Okay. Then next one. How much amount is required to be invested every year so as to accumulate rupees 3 lakh at the end of 10 years? Interest rate compounded 10% per annum. That means every year invested every year. That means annuity. Every year എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ that means normally എന്തായിരിക്കും? annuity regular has to accumulate 3 lakh at the end of 10 years. 10 വർഷത്തിന് ശേഷം 3 ലക്ഷം means present value ആണോ future value ആണോ? future value. Therefore question എന്തിനെ ബേസ് ചെയ്താണ്? future value of annuity regular. ഫോർമുല ഏതെടുക്കാം? ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. So 3 lakhs equal to A into 1.1 raised to 10 minus 1 divided by 0.10. A കണ്ടുപിടിക്കാനായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണം. കാൽക്കുലേറ്ററിൽ 1.1 into equal to 2 times 3, 4, 5, 6, 7, 8, 9, 10 minus 1 divided by 0.1 equal അടിക്കുക. M plus 3 lakh divided by MRC equal 30. 18,823.65. 618 ആണ് ആക്ച്വലി കിട്ടുന്നത്. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 18,823.65. Okay. The next one. The relation between two variables is 2x minus 3y plus 12 equal to 0. Then mean deviation of y is 6. Then mean deviation of x. So, okay. The mean deviation normally then mean deviation of y തന്നിട്ട് mean deviation of x ആണ് normally. x ന്റെ തന്നിട്ട് y ആണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത് നോക്കാം. 2x minus 3y equal to plus 12 equal to 0 അല്ലേ? plus 12 equal to 0. That implies നമുക്ക് എങ്ങനെ എഴുതാം? 2x equal to 3y minus 12. So mean deviation of x is equal to modulus of so this is x, that implies x is equal to 3 by 2y minus 6. The mean deviation എന്താണ്? ഒറിജിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല, സ്കെയിലിനാണ് മോഡുലസ് ഓഫ്. So 3 by 2 into mean deviation of y. So that implies mean deviation of x equal to 3 by 2 into mean deviation of y. Question 6 ആണ്. So cancel ചെയ്യുമ്പോൾ 6 by 2 3 കിട്ടും. 3 into 3 9. 9 is the right answer. 9. Okay. Then next one. A company may obtain a machine either by leasing it for 5 years at an annual rent of 2,000 or by purchasing it machine for 8,100. So that means നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. 8,100 പർച്ചേസ് ആണെങ്കിൽ അത് പ്രസൻറ്റ് വാല്യൂ ആണ്.
സോ അല്ലെങ്കിൽ എന്താണ് റെൻറ്റിന് എടുക്കാം അല്ലെങ്കിൽ ലീസിന് എടുക്കാം. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക് 2000 രൂപ റെൻറ്റിൽ. സോ 2000 ഫസ്റ്റ് ഇയർ റെൻറ്റിൽ 2000 കൊടുക്കണം, സെക്കൻഡ് ഇയർ റെൻറ്റിൽ 2000, തേർഡ് ഇയർ റെൻറ്റിൽ 2000 റെൻറ്റ് കൊടുക്കണം, ഫോർത്ത് ഇയർ റെൻറ്റിൽ 1 2 3 4 5 അല്ലേ. സോ ദാറ്റ് മീൻസ് ഉണ്ട് 5 times 2000. ദാറ്റ് മീൻസ് ഇത് എന്തായിട്ട് മാറി? ആനുവിറ്റി റെഗുലർ. ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിനോട് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി ഏതാണ് ബെറ്റർ. സോ ഇന്ന് 8100 കൊടുക്കുന്നതാണോ 5 വർഷം കൊണ്ട് 2000 കൊടുക്കുന്നതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ഏതാണെന്ന് കമ്പയർ ചെയ്തിട്ട് ഡിസിഷൻ പറയാൻ പോകണം. നമ്മൾ വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. എ എത്രയാണ്? 2000 ഇൻറ്റു പി എന്നും ഐയും ഒക്കെ എത്രയാണ്? 5 years 18%. പി 5 0.18. സോ 2000 ഇൻറ്റു പി എൻ ഐ എന്താണ്? 1 divided by 1.18 ഈക്വൽ ടു 5 times ജി ടി. 1 divided by 1.18. 1 divided by 1.18. 1 2 3 4 5 into GT into 2000. Ready? 6254.34. സോ ഇന്ന് 8100 മുടക്കുന്നതാണോ നല്ലത്? പലപ്പോഴായിട്ട് 5 വർഷം കൊണ്ട് 2000 മുടക്കുന്നതിൻ്റെ ഇന്നത്തെ 2000 വെച്ച് മുടക്കുന്നതിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ എത്രയേ വരുന്നുള്ളൂ? 6254. ദെയർഫോർ രണ്ടും എന്താണ്? ഔട്ട്ഫ്ലോ ആണ്. സോ ചിലവാകുന്നത് ഇന്ന് 8100 മുടക്കുന്നതാണോ നല്ലത്? ഇന്ന് 6284 മുടക്കുന്നതാണോ? സോ ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. സോ ബെറ്റർ എന്താണ്? ലീസിങ് ഈസ് ബെറ്റർ ബിക്കോസ് ഔട്ട്ഫ്ലോ കുറവ് വരുന്നത് പ്രസൻറ്റ് വാല്യൂയിലേക്ക് വന്നിട്ട് ഔട്ട്ഫ്ലോ നോക്കുമ്പോൾ കുറവ് വരുന്നത് ഏത് ഓപ്ഷനിലാണ്? ലീസിങ് ഓപ്ഷനിലാണ്. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന ട്രിക്ക് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോഴുള്ള റാപ്പിഡ് റിവിഷൻ്റെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഈ ചാപ്റ്റർ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Then next one. The time by which a sum of money is 8 times of itself if it doubles itself in 15 years. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ്നോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്നോ പറഞ്ഞിട്ടില്ല, ബട്ട് നമുക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 2 times അങ്ങനെ doubles itself in 2 times in 15 years. Then 8 times എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 3 times. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? എൻ ഉണ്ടോ? ഇത് ജോമെട്രി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ n times in t years. Then n raised to m times in m into t. അത്രയും ഇയേഴ്സിലായിരിക്കും. സോ ഇവിടെ 15 ഇൻറ്റു ഇവിടെ ടി എത്രയാണ്? ടി 15 ആണ്, എം 3 ആണ്. സോ 15 ഇൻറ്റു 3 ഈക്വൽ ടു 45 ഇയേഴ്സ്. നമുക്കിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ്നോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്നോ പറഞ്ഞിട്ടില്ല, ബട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുക. അവിടെ അതിൽ നിന്നുള്ള ക്ലൂ ആണത്. 2 times ആകുന്നത് 15 years ആണ്. 3 times എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ, നോർമലി പറയുന്നതെങ്കിൽ ഉണ്ടോ 2 raised to സംതിങ് അല്ല വരുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ക്ലൂ കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് ആകാം. ഇവിടെ 2 raised to 8. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കി. നമുക്കറിയാവുന്ന ഫോർമുല സം ഓഫ് മണി ബിക്കംസ് n times in t years, then n raised to m times in m into t years. അതാണ് നമ്മൾ എടുത്തത്. 15 into 3 45 years. 15 into 3 45 years. Okay, then next one. Mr. X invest P amount at simple interest rate and Mr. Y invest Q amount at compound interest 5% compounded annually. At the end of 2 years, both get same amount of interest. At the end of 2 years, 2 വർഷത്തിന് ശേഷം രണ്ടുപേർക്കും സെയിം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ല, ഇൻട്രസ്റ്റ്. സോ മിസ്റ്റർ എക്സിന് സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ ഫോർമുല എന്ത് വരും? ഐ ഈസ് ഈക്വൽ ടു 2 വർഷമാണ്, പി ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, പി ഇൻറ്റു 0.10 ഇൻറ്റു 2 ഈക്വൽ ടു മിസ്റ്റർ വൈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. രണ്ടും ഇതാണ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല
p into 1 plus I the whole raised to n minus 1. So p ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് q ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. q into 1.05 square minus 1. So that implies 1.05 into equal to minus 1. Throw your answer. So the 0.20p is equal to q into 1.05 into equal to minus 1. 0.1025q. നമുക്ക് relation between p and q ആണ്. So നമുക്ക് എന്ത് എഴുതാം? p is equal to 0.1025q divided by 0.20. So ഇത് ഡെസിമൽ ആയിട്ട് തന്നിട്ടില്ല. സോ നമുക്ക് ഈ ഡെസിമൽ മാറ്റാനായിട്ട് മുകളിലും താഴെയും 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1025q is equal to divided by 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2,000. So ഇതെന്ത് വരും? 25 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ 41q ഡിവൈഡഡ് ബൈ 80. ഒരുപാട് തവണ മോക്ക് ടെസ്റ്റുകളിലും എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 41q divided by 80. 41q divided by 80. 41q divided by 80. 41q divided by 80. Then in what time will a sum of money doubles itself എന്നാണ്. At 6 point itself. At 6.25% per annum simple interest. So simple interest sum of money interest rate തന്നാൽ sum of money double ആകുന്നത് sum doubles in 100 divided by 6.25 അത്രയും years. Okay, 100 divided by 6.25, that means 16 years. 16 years. Okay, it will answer 16 years. Then next one, if two variables x and y related as 2x and ആയിരിക്കില്ല പ്ലസ് ആകാനേ ചാൻസ് ഉള്ളൂ. നോർമലി 2x പ്ലസ് 3y minus 7 equal to 0. ഇത് പ്ലസ് ആയിരിക്കാനാണ് ചാൻസ്. And the mean and mean deviation about mean of x are 1 and 0.3 respectively. Then coefficient of mean deviation of y about mean. So ഇവിടെ നോക്കാം. Coefficient of mean deviation is equal to mean deviation about y bar divided by mean deviation about y divided by y bar into 100. Mean deviation of y divided by y bar, that means mean deviation about mean of mean deviation about mean. So that means നമുക്ക് തന്നിരിക്കുന്ന ഇനി നമുക്ക് ഇതിനകത്തേക്ക് mean deviation of y യും y ബാറും കണ്ടുപിടിക്കണം. സോ അതിന് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ 2x plus 3y 2x plus 3y minus 7 equal to 0. 2x plus 3y minus 7 equal to 0. That means 3y equal to 7 minus 2x. So 3 into y bar equal to 7 minus 2 into x bar. So So 3 into y bar equal to 7 minus 2 into x bar. Mean x 1 mean deviation 0.31. So 2 into 1.
That means 3y bar equal to 5 എന്ന് കിട്ടും. 7 minus 2 5 എന്ന് കിട്ടും. Y bar equal to 5 by 3. So y bar കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താണ് 3y equal to 7 minus 2x. So y equal to 7 by 3 minus 2 by 3x. So mean deviation of y എന്തിനാണ്? ഒറിജിനെ അഫക്റ്റ് ചെയ്യത്തില്ല. സ്കെയിലിന് അബ്സൊല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നത്. 2 by 3 into mean deviation of x. So 2 by 3 into mean deviation of x എത്രയാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? 0.3. 0.3 that means ഇത് കട്ട് ചെയ്യുമ്പോൾ 0.1 എന്ന് കിട്ടും. So 0.2. So that means നേരെ ഇവിടേക്ക് ഇട്ട് കൊടുക്കാം. 0.2 divided by 0.2 divided by 5 by 3. 5 divided by 3 into 100. So that means നമുക്ക് എന്തെടുക്കാം? 0.6 divided by 5 into 100. 0.6 divided by 5 into 100 എന്ത് കിട്ടും? Exactly 12 കിട്ടും. So 0.6 എടുക്കുന്നത് 0.2 divided by 5 by 3 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.2 into 6. So 0.2 into 3 എത്ര കിട്ടും? 0.6 divided by 5 into 100. So that means answer എത്ര കിട്ടി? 12. 12. Okay. Then next one. Which of the following result hold for a set of distinct positive observation? So different values ആണെങ്കിൽ obviously എന്തായിരിക്കും? AM greater than GM greater than HM. So എല്ലാ വാല്യൂസും സെയിം വാല്യൂസ് ആണെങ്കിൽ AM equal to GM equal to HM. ഡിഫറെൻ്റ് ആണെങ്കിൽ obviously arithmetic mean will be greater than, geometric mean will be greater than harmonic mean. So answer A. Then next one. For a set of 100 observation taking assumed mean as 4. Assumed mean as 4. The sum of deviations is 11 and the sum of the squares of this deviation is 257. Then the coefficient of variation. Coefficient of variation. Coefficient of variation. So ഇവിടെ നമുക്ക് sigma di equal to minus 11 sigma di square 257. Then assumed mean 4 at എടുത്തു കഴിഞ്ഞാൽ x bar equal to a plus sigma fi di divided by n into c. So ഇതില്ലെങ്കിൽ നമ്മൾ then standard deviation അല്ലെങ്കിൽ സിഗ്മ നമുക്ക് എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ fi di square minus sigma fi into di the whole square divided by n divided by n അല്ലേ? സോ ഇവിടെ fi വരുന്നില്ല, di വെച്ചിട്ട് എടുക്കാം ആൻസർ നമുക്ക്. സോ എക്സ് ബാർ കണ്ടുപിടിക്കാനായിട്ട് അസ്യൂംഡ് മീൻ 4 ആണെന്ന് തന്നിട്ടുണ്ട്. സിഗ്മ ഡി fi വരുന്നില്ല. സിഗ്മ di എന്ന് വരുന്ന മൈനസ് 11 ഡിവൈഡഡ് ബൈ n 100. സോ ഇൻ്റർവെല്ലും വരുന്നില്ല. therefore 4ൽ നിന്ന് 4ൽ നിന്ന് 4 മൈനസ് 0.11 കിട്ടും. 4 minus 0.11 equal to 3.89. 3.89. Then standard deviation അല്ലെങ്കിൽ sigma is equal to root of di square എത്രയാണ്? 257 divided by 100 minus 257 divided by 100 minus 11 divided by 100 the whole square. So root of 2.57 minus 0.11
1 into equal അടിച്ച് കഴിഞ്ഞാൽ 0.0121. 2.57 minus 0.0121 എൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടും 1.59933 സംതിങ് എന്ന് കിട്ടും. then നമുക്ക് coefficient of variation so that standard deviation divided by into 100 coefficient ആയതുകൊണ്ട് so 31.599 divided by 3.89 into 100. 1.599 divided by 3.89 into 100 41.10 1053. സോ നമ്മുടെ ചോദിച്ചിട്ടുണ്ടോ ഇതിനടുത്ത ആൻസർ 41.41 അല്ലേ 41.10. സോ നമ്മുടെ ചോദിച്ചിൽ ഏറ്റവും അടുത്ത് വരുന്നത് 41.13 41.13. The next one, dash and dash are called ratio averages. So എന്തൊക്കെയാണ് HM and GM, HM and AM, AM and so AM ഒരിക്കലും എന്തല്ല റേഷ്യോ ആവറേജ് അല്ല. സോ നമുക്ക് എന്താണ് ആൻസർ HM and GM. HM and GM are the ratio averages. Then if x and y are two random variables, v of x plus y is v of x plus y. So v of x എന്ന് പറയുന്നത് e of x minus mu the whole square ആണ്. e of x plus y എന്ന് പറഞ്ഞാൽ e of x plus e of y. So then v of x plus y can be written as e of x plus y minus mu x plus mu y the whole square. So that implies e of x minus mu x plus y minus mu y the whole square. So a plus b the whole square format എടുത്തു കഴിഞ്ഞാൽ expected value e of ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോർമലി അധികം ടെസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റൻ ആണ്. ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അതായത് കണക്ക് വല്ലപ്പോഴും മാത്രം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്കത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് കിട്ടുക. സോ എ സ്ക്വയർ വരും എക്സ് മൈനസ് മ്യൂ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് മ്യൂ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 into x minus mu x into y minus mu y. X minus mu x into y minus mu y. So e of ഓരോന്നും എങ്ങനെ എഴുതാം? e of x minus mu x the whole square plus e of y minus mu x mu y the whole square plus 2 into e of x minus mu x into y minus mu y. So ഇതെങ്ങനെ എഴുതാം നമുക്ക്? v of x plus v of y plus 2 into v of x into y. So v of x plus v of y plus 2 into v of x y. So വേരിയേഷൻ്റെ നമ്മൾ നോർമലി ടെസ്റ്റ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. വേരിയൻസിൻ്റെ നോർമലി ടെസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ദെൻ നെക്സ്റ്റ് വൺ.
mean and standard deviation of x is 50 and 5 respectively. Find the standard deviation of x minus 50 divided by 5. So നമുക്ക് നോർമലി y ഈക്വൽ ടു എന്ന് പറഞ്ഞായിരിക്കും എന്താണ് ഉദ്ദേശിച്ചത്. സോ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് y ഈക്വൽ ടു എക്സ് മൈനസ് 50 ഡിവൈഡ് ബൈ 5 ആയിരിക്കും. എക്സ് മൈനസ് 50 ഡിവൈഡഡ് ബൈ 5. Find the mean and standard deviation of x. Find the mean and standard deviation of y. No, y equal to ആണ്, y equal to എന്ന രീതിയിൽ എടുക്കാം. So y bar is equal to എന്ത് വരും? x bar minus 50 divided by 5. So y bar equal to x bar mean എത്രയാണ്? 50 ആണ് തന്നിട്ടുണ്ട്. 50 minus 50 divided by 5. Therefore y bar equal to 0. So y bar equal to 0. Then എന്തുകൂടെ ചോദിച്ചിട്ടുണ്ട്? Standard deviation. So y equal to x minus 50 divided by 5. ഇതിനെ എങ്ങനെ എഴുതാം? y equal to x by 5 minus 50 by 5 10. So standard deviation of y is equal to absolute value of 1 by 5 into 5. Standard deviation of x. So 1 by 5 into 5 30 1. So mean 0 in കിട്ടി, standard deviation 1 ഉം കിട്ടി. So answer 0 and 1. 0 and 1. Okay, 0 and 1. Choice B. Then next one. Question 91. A letter is taken at random from the word range and another is taken out of from the word page. Range, then page. The probability that they are. So രണ്ടിൽ നിന്ന് ഓരോ ലെറ്റർ വെച്ച് എടുക്കുകയാണ്. Find the probability that they are the same letters. സെയിം ലെറ്റേഴ്സ് ആകണം. സോ നമുക്ക് സെയിം ആയിട്ട് വരാൻ ഏതൊക്കെയാണ് ചാൻസ് ഉള്ളത്? എ ഉണ്ട്, ദെൻ ജി ഉണ്ട്, ദെൻ ഇ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നോക്കാം, എ ആകാം, ജി ആകാം, ഇ ആകാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ആണ്. സോ ദാറ്റ് മീൻസ് ഇത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 n ഈക്വൽ ടു 5 ആണ്. ഇവിടെ n 4 ആണ്. സോ രണ്ടിൽ നിന്നും ഓരോ ലെറ്റർ ആണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇപ്പോൾ ജസ്റ്റ് 5 ഇത് നോക്കാം, ഓരോ ലെറ്റർ ആണ് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് നമുക്ക് ഇതെന്ത് പറയാം? ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും സെയിം, ഇതിൽ നിന്ന് എ എടുക്കുന്നു. ദാറ്റ് മീൻസ് ഒറ്റ എ ഉള്ളൂ. ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ താഴെ എത്രയുണ്ട്? മൊത്തം 5 ലെറ്റേഴ്സ് അല്ലേ? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ദാറ്റ് മീൻസ് എന്ത് വരും? 5C1. ദാറ്റ് മീൻസ് 5. അതേപോലെ ഇത് ഇവിടുന്ന് എ എടുക്കുന്നതിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് എ എടുക്കണമെങ്കിലോ എഗെയിൻ എന്ത് വരും? ഒറ്റ ലെറ്റർ A1 ഉള്ളൂ, ഡിവൈഡ് ബൈ 4C1. ഓർ മീൻസ് പ്ലസ്. ഇത് എ എടുക്കുമ്പോഴുള്ള കേസാണ്. ഇനി അടുത്തത് രണ്ടും ജി ആണെങ്കിലും ഇതേപോലെ തന്നെ 1 ഡിവൈഡഡ് ബൈ 5C1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4C1 ഓർ പ്ലസ്. രണ്ടും ഇ ആണെങ്കിലോ 1 ഡിവൈഡഡ് ബൈ 5C1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4C1. ദാറ്റ് മീൻസ് 1 by 5 ഇൻറ്റു 1 by 4 പ്ലസ് 1 by 5 ഇൻറ്റു 1 by 4 പ്ലസ് 1 by 5 ഇൻറ്റു 1 by 4. ദാറ്റ് മീൻസ് 1 by 20 എത്ര ടൈംസ് ആഡ് ചെയ്യണം? 3 ടൈംസ്. സോ ദാറ്റ് മീൻസ് ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 1 3 തവണ ആഡ് ചെയ്താൽ 3 ഡിവൈഡഡ് ബൈ 20. നല്ലൊരു ക്വസ്റ്റൻ ആണ്. 3 ഡിവൈഡഡ് ബൈ 20. 3 ഡിവൈഡഡ് ബൈ 20. 3 ഡിവൈഡഡ് ബൈ 20. Okay.
Then next one. A bag contains 8 red and 5 balls. 2 successive draws of 3 balls are made without replacement. The probability that the first draw will produce 3 white ball and the second 3 red ball. So 8 red and 5 white. So first successive draw ആണ് without replacement. So that means first draw എത്രയാണ് 3 white. The probability the first draw will produce 3 white. So എത്ര white ball ഉണ്ട് 5C3. So divided by total എത്രയാണ് 13C3 and so ഇപ്പം മൊത്തം 13 ഉണ്ട്, അതിൽ നിന്ന് 3 എണ്ണം എടുത്തു. ദെൻ എന്താണ് ബാക്കി 3 റെഡ് ആണ്. എത്ര റെഡ് ഉണ്ട് 8C3. താഴത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൾറെഡി 3 കഴിഞ്ഞു, ഇനി മിച്ചം എത്രയാണുള്ളത് 10 ആണുള്ളത്. 10C3 മൊത്തം ഉണ്ടോ. സോ ടോട്ടൽ പ്രോബബിലിറ്റി ആണ് ടോട്ടൽ ഔട്ട്കംസ്. ഫേവറബിൾ ഔട്ട്കം നമുക്ക് കിട്ടും. ടോട്ടൽ ഔട്ട്കം ആണെന്ന് ശ്രദ്ധിക്കേണ്ടത്. കോമ്പിനേഷനിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വരുന്ന അതാണ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം ആണ് നമ്മൾ നോർമലി കോമ്പിനേഷൻ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പിനേഷൻ. ദെൻ 5C3 സോ എല്ലാം 3 ഫാക്ടോറിയലുണ്ട്. സോ 5C3 എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. എല്ലായിടത്തും ഈ 3C3 വരുന്നതാണ്. എല്ലായിടത്തും 3 ഫാക്ടോറിയലുണ്ട്. നമുക്കതങ്ങ് ഒഴിവാക്കാം തൽക്കാലം. ഇവിടെ നോക്കിയാലും ഉണ്ട് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇവിടെ 13 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അതേപോലെ ഇതിൽ എല്ലായിടത്തും വരും. ദാറ്റ് മീൻസ് എല്ലാം ക്യാൻസൽ ആയി പോകും. നമുക്കിങ്ങനെ എഴുതാം 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 12 ഇൻറ്റു 11 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 9 ഇൻറ്റു 8. 10 ഇൻറ്റു 9 ഇൻറ്റു 8. സോ സിംപ്ലിഫൈ ചെയ്യുക. ഇതിലെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കിവിടെ ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടുമോ നോക്കാം. 5 10. So 2i. Then 6 8 get cancel. 6 2 over 4 get cancel. Then 3 and so it's എത്ര വന്നു ന്യൂമറേറ്ററിൽ ഒരു 7 മാത്രം, ഡിനോമിനേറ്ററിൽ 13 ഉണ്ട് ഇൻറ്റു 11 ഉണ്ട് ഇൻറ്റു 3 വന്നു 429. 7 ഡിവൈഡഡ് ബൈ 429. 7 ഡിവൈഡഡ് ബൈ 429. അങ്ങനെ ചോയ്സ് ഉണ്ടോ? ചോയ്സ് സി 7 divided by 429. Then next one. Daily demand for calculation is having the following probability. Demand 1 0.10. Determine the variance of demand. So V of x equal to E of x square minus E of x the whole square. So E of x square means sigma x square into E of x ആണ് minus sigma x into probability of x. So first ഓരോന്നായിട്ട് sigma, that means expected value. ഇത് എന്താണ് x square into p of x, that means 1 into square into p of x, that means 0.1. 1 into 0.1 equal അടിക്കാം. Then 2 square 4 into 0.15 equal. Then 3 square 9 into 0.2 equal അടിക്കാം. Then 4 square 16 into 0.25 equal അടിക്കാം. 5 square 25 into 0.18 equal അടിക്കാം. Then 6 square 36 into 0.12 equal അടിക്കാം. GT അടിക്കുമ്പോൾ എത്ര കിട്ടും? 15.32 മൈനസ് ഉണ്ടോ ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു എന്നിട്ട് ഒറ്റയടിക്കുക ഉണ്ടോ. ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടൽ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്കുക ആൻസറിലേക്ക് വരാം. ദെൻ അടുത്തത് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ.
1 into 0.5 equal അടിക്കുക, 2 into 0.15 equal അടിക്കുക, 3 into 0.20 equal, 4 into 0.25 equal, 5 into 0.18 equal, 6 into 0.12 equal അടിക്കുക, GT തോന്നു 3. അതിൻ്റെ സ്ക്വയർ വേണം അല്ലേ, സ്ക്വയർ 3.62 ഇൻറ്റു ഈക്വൽ ഇതാണ് 13.1044 റൈറ്റും 2.2156 round off to 2.22 2.22. Then next one. One card is drawn from a pack of 52 cards. Probability that drawn card is a king or queen. Probability of king or queen. So king 4 ആണ്, queen 4 ആണ്. That means 8C1, 4 plus 4, 8C1 8 എടുക്കുന്നു divided by 52C1. Right, 8 divided by 52, 8 divided by 52. So 52 divided by 4, that means 2 divided by 13. Now favorable outcome ആണ്. നമ്മൾ ഓൾറെഡി റാപ്പിഡ് റിവിഷനിൽ അതിൻ്റെ ഡിസ്കസ് ചെയ്താണ് 52 കാർഡ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. സോ 4 കിങ് 4 ക്യൂൺ ഉണ്ട്. ഔട്ട് ഓഫ് 8 ഹാവ് ടു സെലക്ട് 1 അറ്റ് എ ടൈം. അതാണ് 8C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം 52 കാർഡ്സിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. അതാണ് 52C1. രണ്ടും C1 ആയതുകൊണ്ട് 8 ഡിവൈഡഡ് ബൈ 52 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 2 divided by 13. 2 divided by 13. Okay, 2 divided by 13. Then next one. So f of x g of x തന്നിരിക്കുന്നു. f composite g of x. f of x is equal to x square plus 3x plus 1. g of x equal to 2x minus 3. Then f composite g of x means f of g of x. f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ g of x ന്റെ ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. 2x minus 3 the whole square plus 3 into 2x minus 3 plus 1. 4x square minus 12x plus 9 plus 6x minus 9 plus 1. So എന്തൊരു 4x square ഉണ്ട്, മൈനസ് 12x പ്ലസ് 6x ഉണ്ടാകുമ്പം മൈനസ് 6x പ്ലസ് 9 മൈനസ് 9 ഗെറ്റ് ക്യാൻസൽ പ്ലസ് 1. 4x square മൈനസ് 6x പ്ലസ് 1. 4x square മൈനസ് 6x പ്ലസ് 1. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ റെഗുലർ ബാച്ചിലും റിവിഷൻ ബാച്ചിലും ഒക്കെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എൻ ഡയഗ്രാം മെത്തേഡിൽ സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. In a town of 20,000 family, 40% families buy newspaper A. So n of A, 20,000 into 40%, 20,000 into 40%, so 8,000. Then n of B, 20,000 into 20%, 4,000. Then 40% family by A, 20% family by 10%. n of C equal to 2,000 by 5%. n of A intersection B, 5% means 1,000. n of B intersection C, 3% means 600. Then n of A intersection C, 800. n of A intersection B intersection C, 400. 2% ആണ് 400. So ഇത് A, ഇത് B, ഇത് C. So A മൊത്തത്തിൽ പർച്ചേസ് ചെയ്യുന്ന 8,000. ദാറ്റ് മീൻസ് ഇത് മൊത്തത്തിലാണ് 8,000.
സോ ഈ 8000-ൽ നിന്ന് ഈ കോമൺ ആയിട്ട് വരുന്ന ഏരിയാസ് കുറച്ച് കളഞ്ഞാൽ മതിയാവും. മൂന്നിലും കൂടെ വരുന്നത് ഇത് 400. ദെർഫോർ ഇത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അത് 1000 ആണ്. ഇത് 400 ആണെങ്കിൽ റിമൈനിങ് 600. ദെൻ എ ഇൻ്റർസെക്ഷൻ സി 800 ആണ്. ഇത് 400 ആണ്. റിമൈനിങ് 400. സോ 8000-ൽ നിന്ന് 8000 മൈനസ് ബ്രാക്കറ്റിന് 600 പ്ലസ് 400 പ്ലസ് 400. 8000-ൽ നിന്ന് 1400 കുറച്ച് കഴിഞ്ഞാൽ 6600 will be the right answer. 6600. ഇവിടെ വേറെ റെഡിമെയ്ഡ് ഫോമുല എപ്പോഴും നമുക്ക് അത്രത്തോളം n നമ്പർ ഓഫ് ഫോമുലാസ് മെമ്മറൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫോമാറ്റിൽ അപ്ലൈ ചെയ്ത ആൻസറിലേക്ക് വന്നു. വെൻ ഡയഗ്രാം മെത്തേഡിൽ നെക്സ്റ്റ് വൺ ഫംഗ്ഷൻ f of x 2x plus 3 and the value of f of x തന്നിരിക്കുന്നു. f of x equal to 2x plus 3. f of x is equal to 2x plus 3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? f of 2x minus 2 into f of x plus 3. So f of 2x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ 2x കൊണ്ട് റീപ്ലേസ് ചെയ്യുക. 2 into 2x plus 3. That means 4x plus 3. Then 2 into f of x കണ്ടുപിടിക്കാനോ? f of x മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4x plus 6. 4x plus 3 minus of 4x plus 6 plus 3. മൈനസ് ഓഫ് ബ്രാക്കറ്റ് വിട്ടു പോകരുത്. 4x plus 3 minus 4x minus 6 plus 3. So 4x get cancelled. 3 plus 3 6 minus 6 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സാക്ട്ലി 0. ഓക്കെ അല്ലേ? കിട്ടിയ ആൻസർ ക്ലിയർ അല്ലേ? Next question. If x plus 1, 3x, 4x plus 2 are in AP, ഒരു കോമ ഉണ്ട്. സോ മൂന്ന് ടേംസ് എ പിയിലാണെങ്കിൽ ഒബ്വിയസ്ലി മിഡിൽ ടേം എന്തായിരിക്കും? അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് എന്തെഴുതാം? 3x എ ബി സി ആർ ഇൻ എ പി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൂന്ന് ടേംസ് എ പിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Arithmetic mean b is equal to a plus c divided by 2 ആയിരിക്കും. That means 3x equal to x plus 1 plus 4x plus 2 divided by 2 ആയിരിക്കും. So that means 6x equal to 5x plus 3. So ഈ 5x LHSലേക്ക് വന്നു കഴിഞ്ഞാൽ 6x minus 5x x is equal to 3. നമുക്ക് ചോദിച്ചിരിക്കുന്ന x അല്ലേ? x is equal to 3. 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 Then next question. Divide 144 into 3 parts which are in AP. So 144-നെ AP യിലെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ ടേം a ആയിട്ട് ഇത് a minus d then a plus d. Such that the largest is twice the smallest. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 144-നെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. സോ ആഡ് ചെയ്യുമ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി തിയറി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3a is equal to 144. That implies a equal to 48. Then എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്തത് ലാർജസ്റ്റ് നമുക്ക് എന്തെടുക്കാം? a plus d equal to twice the smallest a minus d എന്ന് എടുത്തിരിക്കുന്നു. സോ a നമുക്കറിയാം 48 plus d is equal to 2 into 48 minus d. That means 48 plus d equal to 96 minus 2d. 96 minus 2d. That means എത്ര കിട്ടും? d minus 2d ഇപ്പുറേക്ക് വരുമ്പോൾ plus 2d. 3d equal to 48. That implies d equal to 48 divided by 3, 16. So a
48 ആണ്. 48 minus 16, 32. Then 48 plus 16, 64 നോക്കിയേ. Smallest number is twice the largest number is twice the smallest number. Therefore നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? Smallest number, smallest of three numbers will be 32. So numbers ഏതൊക്കെയാണ്? 32, 48 and 64 ആണ്. Therefore smallest number എത്ര കിട്ടും? 32. Then next one. Last question. The variance of binomial distribution with n is equal to 10 and p is equal to 3 will be variance. Formula എന്താണ്? Binomial distribution variance npq. n 10 ആണ്, p 0.3 ആണെങ്കിൽ q എന്താണ്? 1 minus q is equal to 1 minus 0.3. That means 0.7. Right? 10 into 0.3 into 0.7. 0.21 into 10 equal to 2.1. 2.1. So ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മോക്ക് ടെസ്റ്റ്. ഇതിലെ ബിസിനസ് മാത്തമാറ്റിക്സ് പ്ലസ് സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷൻ വരുന്നത്. സോ നമ്മൾ രണ്ട് എണ്ണം ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടോ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് രണ്ടിലും നമുക്ക് നോർമലി അല്ലാണ്ട് വരുന്നത്. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റെപ്സുകൾ കുറച്ചുകൊണ്ട് ഉണ്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ എത്രത്തോളം ഫോർമുലാസിൽ ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക അത്രത്തോളം ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഇതേപോലെ 2-3 സ്റ്റെപ്സിൽ സോൾവ് ചെയ്യുന്ന രീതിയിൽ അതിലും ഒരു സ്റ്റെപ്പെങ്കിലും കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ചോയ്സിൻ്റെ സൈഡിലുള്ള താഴെയുള്ള 4 അതിൻ്റെ റൈറ്റ് സൈഡിലെ സ്പേസിൽ പെൻസിലിന് ചെറുതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏറ്റവും പുറകിൽ ഒറ്റ പേജേ ഉള്ളൂ, അതിനകത്ത് വർക്ക് ചെയ്യാൻ എല്ലാ ക്വസ്റ്റ്യനും കൂടെ വർക്ക് ചെയ്യൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ പെൻസിൽ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുക, അത് തൂത്ത് കളയാം. ദെൻ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യരുത്, നേരെ കിട്ടി കറക്റ്റായിട്ട് ആൻസർ കിട്ടിയാൽ അത് OMR ഷീറ്റിൽ മാർക്ക് ചെയ്താലാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നത്. സോ പ്രാക്ടീസ് തിയറി ഫോർമുലാസ് നന്നായിട്ട് ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക. എല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഫോർമുലാസ് മാത്രം എഴുതി വെച്ച് നോക്കിയിട്ട് റിവൈസ് ചെയ്യുക. ബാക്കി ഏത് പഠിക്കുമ്പോഴാണെങ്കിലും ഫോർമുലാസ് റിവൈസ് ചെയ്യുക. സോ അതിനൊപ്പം തന്നെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്പീഡ് കൂട്ടിയെടുക്കുക. സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ 3 ഡിസ്കസ് ചെയ്യാം. സോ MTP ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഡേ നമുക്ക് സൂപ്പർ 100 ക്വസ്റ്റ്യൻസിൻ്റെ ഇതിനകത്തൊരു ടൈം ചേഞ്ച് വരുന്നുണ്ട്. 20th നമ്മൾ 22nd ആയിരിക്കും, ഈവനിങ് ആയിരിക്കും വരിക. അതായത് ലോ എക്സാം കഴിഞ്ഞിട്ട് അന്നുമായിട്ട്. സോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാം കഴിയുന്ന വരുന്ന ദിവസം തന്നെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒപ്പം തന്നെ അത് റിവൈസ് ചെയ്തിട്ട് അന്ന് തന്നെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. സോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും. അതൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. നോക്കുക. ആൻസർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നോർമലി ചെയ്യുന്നത് പോലെ ആ PDF-ഉം അന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷെയർ ചെയ്യാം. സോ അടുത്ത ദിവസം നിങ്ങൾക്ക് അതിൽ നിന്ന് മൊത്തത്തിലെല്ലാം ഒന്ന് ഏറ്റവും ഫൈനലി എക്സാമിൻ്റെ തലേന്ന് ഏറ്റവും അവസാനം നന്നായിട്ട് ഫുള്ള് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് അതിൽ നിന്ന് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് നോർമലി ചോദിക്കുന്ന മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ഏരിയാസിൽ നമുക്ക് ആ ഒരു 100 ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും കൂടെ ചേർത്തിട്ടായിരിക്കും അത് വരുന്നത്. എല്ലാം ഉണ്ടാവും. സോ ഒരു ഫൈനലി ഉള്ള ഫോർമുല എല്ലാം തറവാണോ എന്ന് നോക്കാനായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ച് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും എക്സാമിന് തൊട്ട് മുമ്പുള്ള ഫൈനൽ ഡേ. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ മോക്ക് ടെസ്റ്റ് പേപ്പർ 3 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.